അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുضില്ല ലഹു വമൻ യുض്ലിൽഹു ഫലാ ഹാദിയ ലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. മാനവലോകത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചു നൽകിയത് പോയ കാലഘട്ടത്തിലെ ചരിത്രങ്ങൾ. അത് പഠിക്കുന്ന വർത്തമാന കാലഘട്ടത്തിലുള്ള മനുഷ്യനും ഭാവി കാലഘട്ടത്തിലുള്ള മനുഷ്യനും പാഠമാക്കി വെക്കാൻ വേണ്ടിയാണ്. പരീക്ഷണ അഗ്നിയിൽ ഇണപ്രാവു എന്ന കഥ പറയുമ്പോൾ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അതൊരു മഹാപ്രവാചകന്റെ ചരിത്രമാണ്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിശാലമായ ജീവിതയാത്രയിലെ ചെറിയൊരു ഭാഗമാണ് പരീക്ഷണ അഗ്നിയിൽ ഇണപ്രാവു എന്ന ലേബലിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. പരിമിതമായ ചില സമയങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ദിവസങ്ങളോളം പറഞ്ഞാൽ തീരാത്ത ഒരു വലിയ കഥയുടെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് അവതരിപ്പിച്ച് തീർക്കേണ്ടത്. സഹോദരന്മാരെ, ഇതൊരു കുടുംബജീവിതത്തിന്റെ കഥയാണ്. കുടുംബജീവിതത്തിന്റെ കഥ. ഭാര്യ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം, ഭർത്താവ് ഭാര്യയോട് എങ്ങനെ പെരുമാറണം എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ജനിപ്പിച്ചു വിട്ട മക്കൾക്ക് മുന്നിൽ പോലും തമ്മിൽ അടിപിടി കൂടുന്ന മാതാപിതാക്കളുടെ കാലഘട്ടം. പാപ്പയും മുമ്പയും തമ്മിൽ അടിപിടി കൂടുമ്പോൾ അതിനിടയിൽ എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ മേൽപോട്ട് നോക്കി നിൽക്കുന്ന മക്കളുടെ കാലഘട്ടം. ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് ഭാര്യമാർ മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന കാലഘട്ടം. വിദേശ രാജ്യങ്ങളിൽ തന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തം കിടപ്പറയിലേക്ക് ആരാനെ കൂട്ടിക്കൊണ്ടുവരുന്ന ആധുനിക യുവതികളുടെ കാലഘട്ടം. ഇങ്ങനെ ഈ വർത്തമാന കാലഘട്ടത്തിന് ഇങ്ങനെ ചില പ്രത്യേകതകളുണ്ട്. എന്ന് പറഞ്ഞാൽ വൃത്തികേടുകളിലേക്കാണ് ഈ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവരക്കേടിലേക്കാണ് ഈ സമൂഹത്തിന്റെ യാത്ര. അവിടെയാണ് പൂർവ്വകാല ചരിത്രങ്ങളെ നമ്മൾ പഠിക്കേണ്ടത്. പോയ കാലഘട്ടത്തിലെ പ്രവാചകന്മാരും മഹത്തുക്കളും സാലിഹ്യങ്ങളും ഔലിയാക്കന്മാരും അവരുടെ കുടുംബത്തോട് എങ്ങനെയാണ് സംവദിച്ചത്, അവരുടെ കുടുംബത്തിനോട് എങ്ങനെയാണ് പെരുമാറിയത്, അവരവരുടെ ഭാര്യമാരോട് എങ്ങനെയാണ് പെരുമാറിയത്, ആ ഭാര്യമാർ തിരിച്ച് അവരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്നതാണ് നമ്മൾ പഠിക്കേണ്ടത്. സത്യത്തിൽ ഞാനൊരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ പറയുമ്പോൾ ഇവിടെ ഒരു നല്ല ഭാര്യയും ഒരു നല്ല ഭർത്താവിനെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഒരു നല്ല ഭാര്യ, ഒരു നല്ല ഭർത്താവ്. അള്ളാഹുവിന്റെ പ്രവാചകനാണ് അയ്യൂബ് നബി എന്നത് നിങ്ങൾ മാറ്റിവെക്കുക. റഹ്മത്ത് ബിബി എന്നത് ഒരു പ്രവാചകന്റെ പൗത്രിയും മറ്റൊരു പ്രവാചകന്റെ ഭാര്യയാണ് എന്നത് നിങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് അവരെ നിങ്ങൾ പച്ചയായ ഒരു ഭാര്യയും ഭർത്താവുമായി കാണുക. ഒരു ഭാര്യയും ഒരു ഭർത്താവുമായി മാത്രം നിങ്ങൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ബീബി റഹ്മത്തിനെയും കാണുക. എന്നിട്ട് സ്വയം ഒരു വിചിന്തനം നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് ചോദിക്കുക, ഞാൻ ഈ പ്രവാചകനെ പോലെയാണോ? അല്ലെങ്കിൽ ഓരോ പെണ്ണും ചിന്തിക്കുക, ഞാൻ റഹ്മത്തിനെ പോലെയാണോ എന്ന്. എങ്കിൽ അതിന്റെ ഉത്തരം നമ്മുടെ മനസ്സിന്റെ കത്ത് വട്ടപൂജ്യമാണ് കിട്ടുന്നതെങ്കിൽ ഒരു യഥാർത്ഥ ഭാര്യയും ഒരു യഥാർത്ഥ ഭർത്താവും അല്ല കൂട്ടരെ, ഞാനടക്കമുള്ളവർ. അതുകൊണ്ട് ഈ കഥ അങ്ങനെ ഒരു പ്രചോദനത്തിന് വഴിമരുന്നിട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ഒരുമിച്ച് കൂടിയത് അവന്റെ പൊരുത്തപ്പെട്ട അമലിൽ ഉൾപ്പെടുത്തിയിട്ട് നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു നമ്മെ നമ്മുടെ അഹ്ലുകാരെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയി നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ നേതാക്കന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നാമുമായി ബന്ധപ്പെട്ട കൊണ്ട് വസിയത്ത് നൽകിയവർ, അവരുടെയൊക്കെ ഖബറുകളെ അള്ളാഹു സ്വർഗത്തിന്റെ തൊപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് ഏവർക്കും അള്ളാഹു ദീർഘായുസും അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസും ആരോഗ്യവും ആഫിയത്തും അനുഗ്രഹിച്ച് അള്ളാഹു നൽകുമാറാകട്ടെ. പരിശുദ്ധ മക്ക കാണാനും വിശുദ്ധ മദീന കാണാനും അവിടെ നിന്ന് ചെയ്യേണ്ട കർമ്മങ്ങൾ യഥാവിധി ചെയ്ത് പൂർത്തീകരിക്കാനും അള്ളാഹു നമുക്കും കുടുംബത്തിനും ഭാഗ്യം നൽകട്ടെ. എല്ലാറ്റിലും ഉപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമ ചൊല്ലി ഈ ലോകം വിട്ടുവിട്ട് പറയുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ നമ്മുടെ അഹ്ലുകാരെയും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാം അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന അവതരണ ഗാനത്തോടെ ഇസ്ലാമിക ലോകത്ത് സംഭവിച്ച ഒരു മഹാപ്രവാചകന്റെ ചരിത്രം ഇൻഷാ അല്ലാഹ് നമുക്ക് അയവിറക്കി തീർക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ പരിപാടികൾ വിജയിപ്പിച്ചു തരുമാറാകട്ടെ. യാ കരീം യാ
യാ ജല്ല ജലാ ഖോജ രാജാവേ ആ ആ ഖോജ രാജാവേ തേടി ഞാനായി മമ ചിന്താരഥം ഓട്ടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ ഖോജ രാജാവേ ഖോജ രാജാവേ തേടി ഞാനായി മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഖോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ നേരിൻ നേർവീഥി കാണേണം ഞാൻ പാരിൽ കേഴുന്നു തേങ്ങുന്നു ഞാൻ നേരിൻ നേർവീഥി കാണേണം ഞാൻ പാരിൽ കേഴുന്നു തേങ്ങുന്നു ഞാൻ മാമക മാനസവേദന സാഗര വീചിതൻ രോദനം ഖോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഖോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഈത്ത പൂത്ത മണൽ ഭൂമിയിൽ കാത്തുമൂത്ത കനി പോലൊന്നിൽ ഈത്ത പൂത്ത മണൽ ഭൂമിയിൽ കാത്തുമൂത്ത കനി പോലൊന്നിൽ ആശോശാരം തന്നോനെ ഞാൻ തൂഷിദ്വാരത്തിൽ നോക്കിയിടുന്നു ഖോജ രാജാവേ തേടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ ഖോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ നമുക്ക് പരീക്ഷണ അഗ്നിയിലെ ഇടപ്രാവ് എന്ന കഥ എല്ലാം അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പരിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കഥ നമുക്ക് ഇങ്ങനെ തുടങ്ങാം. അതെ, ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ ദുആ തേടിടാം നീയും കേട്ടിടണേ ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ ഇസ്ഹാഖ് നബി തൻ മകനാം ഹൈസിൻ പുന്നോമലല്ലോ അയ്യൂബ് സ്വാബിർ ഇസ്ഹാഖ് നബി തൻ
മകനാം ഹൈസിൻ പൊന്നോമലല്ലോ അയ്യൂബ് സ്വാബിർ. സഹനത്തിൻ കടലിൻ ആഴികൾ താണ്ടി സഹനത്തിൻ കടലിൻ ആഴികൾ താണ്ടി സുവനത്തിൻ വാതിലും കടന്നുള്ള നൂറാ ഇതാ നീട്ടിടാം യാ റഹീമേ കരങ്ങൾ. ഇതാ നീട്ടിടാ യാ റഹീമേ കരങ്ങൾ. അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകനാണല്ലോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സാറാ ബീബിയിൽ ജനിച്ച ഒരു മകനാണ് മഹാനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത അനുഗ്രഹമുള്ള 2 മക്കളാണ്. ഒരാൾ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, മറ്റൊരാൾ ഡമസ്കസിന്റെ രാജാവായ ഹൈസ്. ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു ആദരിക്കുകയാണ്. ആ കുടുംബത്തിൽ നിന്ന് പ്രവാചകന്മാരും രാജാക്കന്മാരെയും അള്ളാഹു ലോകത്ത് അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ഭാഗത്ത് ഇസ്ഹാഖ് നബിയുടെ ഒരു മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് 12 മക്കളെ കൊടുത്തപ്പോ ലോകസുന്ദരനായ ഒരു പ്രവാചകനെ അള്ളാഹു നൽകി മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈ പുറത്ത് ഹൈസ് എന്ന രാജാവിന് അള്ളാഹു കുറെ മക്കളെ കൊടുത്ത കൂട്ടത്തിൽ ഒരു മകനെ അള്ളാഹു പ്രവാചകത്വം കൊടുത്ത് ആദരിച്ചു, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു. ഇതൊക്കെ ചേരുന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക്. ഈ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. വിശാലമായൊരു കഥയാണ് ഈ കഥ. നീണ്ട 3-4 മണിക്കൂർ പറഞ്ഞാൽ തന്നെ അതിന്റെ മർമ്മങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒരു കഥയാണ്. ചില സമയത്ത് ഈ കഥ ഞാൻ 4 മണിക്കൂർ 6 മണിക്കൂറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കഥ. പക്ഷേ ഇന്നിവിടെ നമുക്കൊരു പരിമിതമായ സമയമാണ്. അതുകൊണ്ട് തന്നെ കഥയുടെ ഏറ്റവും നല്ല മർമ്മങ്ങളിലൂടെ പിടിച്ച് മുന്നോട്ട് പോകാം നമുക്ക്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം രാജകുമാരനായിട്ടാണ് ജനിച്ചത്, രാജകുമാരനായിട്ടാണ് വളർന്നത്, രാജകൊട്ടാരത്തിലാണ് ജീവിക്കുന്നത്. എന്നാലും ആ ജീവിതം അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എപ്പോഴും ഒരു ചിന്തയാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു ചെറിയ കുട്ടിക്കാലം മുതൽ തന്നെ മൂപ്പര് വല്ലാത്തൊരു അന്വേഷണ ത്വരയിലാണ് ജീവിതം കൊണ്ടുപോകുന്നത്. എന്തോ തിരയും കൽബാണ്, എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്. എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്കാൽ രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാട്, ദിക്കുകളൊക്കെ അമൈത്തോലിൽ ദിക്റോതിരിപ്പാട്. എന്നും ലൈലില് നൗമില്ലാതെ ഇബാദത്ത്, എല്ലാ പകലിലും സൗമിൽ തന്നെ മൈഷത്ത്. എന്തോ തിരയും കൽബാട്, ഏകാന്തതയിൽ നിൽപ്പാട്, കൊട്ടാരത്തെ വെറുപ്പാട് അയ്യൂബിൻ ജീവിതം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. ചെറിയ കുട്ടിക്കാലത്ത് തന്നെ, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒരു ഇലാഹിയ ചിന്തയാണ്. എപ്പോഴും അയ്യൂബ് നബി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പടച്ചോനെ നീ എന്തിനാണ് എന്നെ പടച്ചത്? അള്ളാഹുവേ, നീ എന്നെ പടക്കുമ്പോ നിനക്ക് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നിലൂടെ, പക്ഷെ ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നുണ്ടോ? അതാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യം. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കും, പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം. നമ്മൾ അതേ സ്വഭാവം. എന്തേ ചിരിവെന്ന് പോയത് നിങ്ങൾക്ക്? നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞപ്പോ നമുക്ക് ചിരി വരാൻ ഒറ്റ കാരണം എന്താ അറിയോ? നമ്മളെ സ്വഭാവം അതല്ലാത്തോണ്ടാ. ഇവിടെ പകല് മുഴുവൻ നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം, വളരെ കുറച്ച് ഭക്ഷണം. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം ശുഷ്കിച്ച് മെലിഞ്ഞ് എല്ലും തൂലായി. അങ്ങനെ അയ്യൂബ് നബി പക്ഷേ ശരീരം വലിയുമ്പോഴും ആത്മാവ് തടിച്ചു കൊഴുക്കുകയാണ് അള്ളാഹുവിലേക്ക്. യുവാവായ അയ്യൂബ് നബി ഡമസ്കസിന്റെ തെരുവിലൊക്കെ അങ്ങനെ നടക്കും. ഡമസ്കസിന്റെ തെരുവിൽ നടക്കുമ്പോ
ആ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ ഇസ്രായേലിയരാണ്. ഇസ്രായേലി വർഗമാണല്ലോ ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾ. ഇവരൊക്കെ ഇസ്രായേലി പ്രവാചകന്മാരാണ്. ഇസ്രായേലികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇസ്രായേലികളല്ല. ഇന്നത്തെ ഇസ്രായേലികൾ ലോകത്തെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ്, കൊടിയ ശത്രു. പക്ഷെ ഒരു കാലഘട്ടത്തിലെ മുസ്ലിങ്ങളെ ഇസ്രായേൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട വർഗത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞു. കാരണം യാക്കൂബ് നബിക്ക് അങ്ങനെ ഒരു പേരുണ്ടായിരുന്നു, ഇസ്രായേൽ പ്രവാചകൻ എന്ന്. അതുകൊണ്ട് ആ കാലത്തെ മുസ്ലിങ്ങളെ ഇസ്രായേൽ എന്ന് അറിയപ്പെട്ടു. ആ കാലഘട്ടത്തിലെ ഇസ്രായേലി വർഗത്തിന്റെ ജീവിതം വളരെ പോക്ക. ഇസ്രായേൽ സമുദായം അല്ലാഹുവിന്റെ ഇബ്ലീസിൻ പാഥേയം നീങ്ങുന്നത് കണ്ടു കരഞ്ഞു അയ്യൂബിൻ ഹൃദയം. ഇസ്ലാമിൻ സന്താനം ഇരുട്ടീന്നും കരകയറാൻ ഇറയോനിൽ പ്രാർത്ഥന ചെയ്തു അയ്യൂബും സദയം. ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ, ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ, ആദരവോടെ പറഞ്ഞല്ലോ, ആദരവോടെ പറഞ്ഞല്ലോ. ജിബ്രീൽ ഒരു നാൾ വന്നല്ലോ, ആദരവോടെ പറഞ്ഞല്ലോ, നുബുവത്തെന്ന് ലഭിച്ചല്ലോ, ശുക്രിന്റെ സുജൂദല്ലോ. എന്തോ തിരയും കൽബാണ്, ഏകാന്തതയിൽ നിൽപ്പാണ്, കൊട്ടാരത്തെ വെറുപ്പാണ് അയ്യൂബിൻ ജീവിതം. ഹക്കാൽ രാജകുമാരനിവൻ ഫക്കീറായി നടപ്പാണ്, ദിക്കുകളൊക്കെ അമൈത്തോനിൽ ദിക്റോതിരിപ്പാണ്. ഇസ്രായേലി സമൂഹത്തിന്റെ വഴിവിട്ട പോക്ക് കണ്ടപ്പോ യുവാവായ രാജകുമാരനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്ത, പടച്ചോനെ ഈ സമൂഹത്തെ നന്നാക്കാൻ, ഇവരെ സമുദ്ധരിക്കാൻ നിങ്ങൾക്ക് ഇവർക്കിടയിലേക്ക് ഒരു പ്രവാചകനെ നിയോഗിച്ചുകൂടായിരുന്നോ എന്ന്. ആ പ്രാർത്ഥിച്ച മനുഷ്യനെ ഡമസ്കസിന്റെ പ്രവാചകനാക്കി മാറ്റി എന്നതാണ് അള്ളാഹുവിന്റെ തീരുമാനം. അവിടെയാണ് നസലൽ അമീനു മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. നബുവത്തിന്റെ പട്ടം ചാർത്തി കൊടുത്തിട്ട് ഡമസ്കസിലെ ഇസ്രായേലി സമൂഹത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാനുള്ള പ്രബോധന ദൗത്യം ഏൽപ്പിച്ചു മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രവാചകത്വവും കിട്ടി, പ്രബോധനത്തിന്റെ രംഗവും വന്നപ്പോ പിന്നെ ജീവിതം വല്ലാണ്ട് മാറി. പിന്നെ പകല് നോമ്പും നിസ്കാരവും പ്രബോധനവും വല്ലാണ്ട് തളർന്നു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ നബി ഒരു ദിവസം റൂമിന്റെ അകത്ത് അങ്ങനെ നിസ്കരിക്കുമ്പോൾ ഇബ്ലീസിന് തോന്നി നബിയെ ഒന്ന് പറ്റിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കുന്ന റൂമിന്റെ പുറത്ത് ഒരു വയസ്സായ ഉപ്പാപ്പാന്റെ കോലത്തിൽ വന്ന് നിന്ന് അണ്ടിക്കളപ്പൻ ബജാജ് ഓട്ടോ മോഡൽ സാധനം ഇബ്ലീസ് എന്നാ. അപ്പൊ ഇബ്ലീസ് വന്നവിടെ നിന്ന് അള്ളാഹുവിന്റെ നബി നിസ്കാരം കഴിഞ്ഞൊരു തസ്ബീഹിൽ ഇരിക്കണം. അപ്പൊ പുറത്തുനിന്ന് ഒരു നോട്ടം നോക്കി ഇബ്ലീസ് അകത്തേക്ക്. അപ്പൊ നബി പുറത്തേക്ക് നോക്കിയപ്പോ ഇബ്ലീസ് തലമലിച്ചൊരു പേടിയുണ്ട് അങ്ങോട്ട് കയറാൻ. എന്റെ ഉമ്മ. പിന്നെ 2 വട്ടം നോക്കിയപ്പോ നബി ചോദിച്ചു, ആരാ പുറത്ത്, ആരാ പുറത്തെന്ന് ചോദിച്ചപ്പോ ഇബ്ലീസ് പിന്നൊന്നും ആലോചിച്ചില്ല, മുബരങ്ങോട്ട് ചാടി കയറിയിട്ട് പറഞ്ഞു അസ്സലാമു അലൈക്കും. അന്തിക്കൊരു നാളിലെത്തിയൊരു വ്യക്തി ചൊല്ലി സലാമാലേ നബിയിൽ അന്തസ് പൊന്തുന്നവന്റെ മൊഴി കേട്ട് നിന്നു തരിച്ചാനേ. എന്തിന് ഭൗതിക സൗഖ്യം വെടിയുന്നു, നിന്നിൽ പിരാന്താണേ ഇങ്ങനെ പിന്തിരിപ്പൻ മൊഴി കൊണ്ട് ദുനൂബിന്റെ വലയും വിരിച്ചാനേ. ഇങ്ങനെ നിത്യം വ്രതത്തിൽ കഴിച്ചാൽ എന്നുമേ രാത്രി ഉറക്കമൊഴിച്ചാൽ അങ്ങനെ ശോഷിച്ചു നീയും മരിച്ചാൽ റബ്ബിനെതിരല്ലേ കേൾക്ക് രാജാവിൻ മോനല്ലേ. റബ്ബിനെതിരല്ലേ കേൾക്ക് രാജാവിൻ മോനല്ലേ. ഇത്രയും കേട്ടോരു നേരത്തവൻ നേരെ നോക്കി പറഞ്ഞോരും നീ കേൾക്ക്, റൂഹിന്റെ വാഹനമാണ് ശരീരം, ഓർക്കൂ ഇതിൻ സാരം. എന്റെ വഴികളിൽ മുള്ളു വിതയ്ക്കുന്ന കള്ള എനിക്കറിയാം നിന്നെ, കൊള്ളത്തരങ്ങളാൽ ഉള്ളം തകർക്കുവാൻ നിന്നെ കൊണ്ടാകൂല. ചാടി കയറിയിട്ട് സലാം വെച്ച് കാച്ചു കൊടുത്തു നബിക്ക്. എന്നിട്ട് അള്ളാഹുവിന്റെ നബിയോട് ചോദ്യം, അല്ല അയ്യൂബേ ഇതെന്തൊരു നിസ്കാര, ഇങ്ങനെ ഉണ്ടാ മനുഷ്യന്മാര് നിസ്കരിക്കല്? നബി വെച്ചെന്തേ, വേറെ ഉറക്കൊഴിഞ്ഞ് നോമ്പും നോക്കി നിസ്കരിച്ച് തീർത്താൽ, ഭക്ഷണം വളരെ കുറച്ച് കഴിച്ചാൽ നിന്റെ ശരീരത്തെ നീയായിട്ട് പീഡിപ്പിക്കലല്ലേ? ശരീരത്തെ പീഡിപ്പിച്ചാൽ അള്ളാഹിനോട് നീ മറുപടി പറയേണ്ടി വരൂലേ?
പീഡനം എന്ന വാക്ക് അറിയാത്താരുമില്ല. പത്രം കണ്ടാൽ തന്നെ, ഇപ്പൊ പത്രം തന്നെ പീഡിപ്പിച്ച പോലത്തിലെ വരുന്നത്. ഈ രണ്ട് വാക്ക് ഇപ്പൊ എല്ലാ പത്രത്തിലും, പീഡനവും തീവ്രവാദവും. വായിക്കാനറിയാത്ത ഉപ്പാപ്പ വരെ വായിക്കും പരപരവാദവും. ആ രൂപത്തിലാണ് പത്രം. ഈ രണ്ട് വാക്കില്ലാത്ത പത്രം മലയാളത്തിൽ ഇറങ്ങുന്നില്ല. പരതലാന്ന് ഓരോ മനുഷ്യന്മാർ നേരം പോലത്തെ ഏടിയാ പീഡനം നടന്നു പരതി പിടിക്കാൻ. പരതേണ്ട ആവശ്യമില്ല, പത്രം നിറച്ച തന്നെ ഉള്ളൂ. അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ ഈ ഉമ്മത്തിനെ, ഈ സമൂഹത്തെ. അപ്പോ ശരീരത്തെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ആത്മഹത്യ മഹാപാപമാകുന്നത്. അള്ളാഹു നമ്മെ കുടുംബത്തെ രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പൊ ഈ ശരീരത്തെ നിങ്ങളായിട്ട് പീഡിപ്പിച്ചാൽ, ഭക്ഷണമൊക്കെ കഴിക്കാണ്ട് ശരീരം ഇങ്ങനെ മെലിഞ്ഞ് അലാക്കായി പോയാൽ അള്ളാഹുവിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരൂലേ? അപ്പൊ അള്ളാഹുവിന്റെ നബി പറഞ്ഞു, വല്ല മനുഷ്യ സഹോദര, ശരീരം എന്തിനെങ്ങനെ വണ്ണം വെപ്പിക്കണത്? അത് നാളെ കബറിന്റെ ആഴികളിൽ പുഴുക്കൾക്ക് തിന്നാനുള്ള വസ്തുവല്ലേ? കബറകത്ത് പുഴുക്കൾക്ക് തിന്നാനുള്ള വസ്തുവല്ലേ? അതെന്തിനാ നമ്മൾ ഇന്നേ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കബറിലെ പുഴുക്കൾക്ക് കൊണ്ട് കൊടുക്കുന്നു വെച്ചു. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, നിങ്ങൾ വെറും ഒരു പ്രവാചകനും വെറും ഒരാളുമല്ല, രാജകുമാരനാണ്. ചിലപ്പോൾ ഭാവിയിൽ ഡമസ്കസിന്റെ രാജാവേണ്ട ആളാണ്. അതുകൊണ്ട് നിസ്കാരം ഇടക്കിടക്ക് ഒഴിവാക്കണം, നോമ്പെല്ലാം ഇടക്കിടക്ക് നിർത്തണം, നല്ലോണം തിന്നണം, കുറച്ചുറങ്ങണം. ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് നമ്മളോടാ ഇതാരൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്താ കഥ? പറയായിട്ടെന്റെ എന്താ കഥ? ഇതങ്ങ് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ നബി ഇബ്ലീസിനെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ സത്യത്തിന്റെ വഴിയിൽ മുള്ളു കൊണ്ടിടാൻ വന്ന പെരും കള്ള, എനിക്ക് നിന്നെ അറിയടാ, നീ ഇബ്ലീസല്ലേ എന്ന് പറഞ്ഞപ്പോ ഇബ്ലീസ് ഇറങ്ങി ഒരൊറ്റ ഓട്ട. ഞെട്ടിപ്പോയ മോനെ മന്ദിരിക്കണ മന്ദിരെല്ലാം വേണമെങ്കിൽ വെള്ളം വലിയ മന്ദിരക്കാരാണ്, ഭയങ്കര മന്ദിരാണ്. മുസൈലിമത്തിൽ കഥാ മന്ദിരിച്ചോലെ മന്ദിരിച്ചോളി. കള്ളപ്രവാചകൻ മുസൈലിമന്റെ മുന്നിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഒരു പെണ്ണുങ്ങൾ പറഞ്ഞു പോലും, നബി ഒന്ന് മന്ദിരിച്ചേരണോ? ഒരൊറ്റ ഊത്ത് എന്തോ ചൊല്ലിയിട്ട് ചെക്കൻ മരിച്ചുപോയി. അതാ നോന്റെ കറാമത്ത്. അപ്പോ ഇബ്ലീസ് അങ്ങ് ഇറങ്ങി കൂടി. അല്ലാഹുവിന്റെ നബിയോ സുജൂദിൽ വീണു, പടച്ചോനെ ഇബ്ലീസിനെ തിരിച്ചറിയാൻ എനിക്ക് തൗഫീക്ക് നൽകിയ റബ്ബേ നിനക്ക് സ്തുതി. അല്ലാഹുവിന്റെ നബി നോമ്പും നിസ്കാരവും ഇബാദത്തും പ്രബോധനമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി. മംഗലം കഴിക്കേണ്ട പ്രായം കഴിഞ്ഞിട്ട് മംഗലം കഴിക്കുന്നില്ല, വയസ്സായിട്ട് മംഗലം കഴിക്കുന്നില്ല. പലരും നിർബന്ധിച്ചു അയ്യൂബ് നബിയോട് മംഗലം കഴിക്കാൻ, ഒരാളെ വാക്കും അക്കാര്യത്തിൽ സ്വീകരിക്കൂല. മൂപ്പര് പറഞ്ഞ മംഗലം വേണ്ട, മംഗലം വഹിച്ചാ പിന്നെ ഇബാദത്തിനല്ലോ ഒരു സമയം കിട്ടൂല, അതുകൊണ്ട് മംഗലേ വേണ്ട. ഐസ് വന്നിട്ട് നിർബന്ധിച്ചു, മോനെ ഇങ്ങനെ ആയാ പോരാ, നീ മംഗലം കഴിക്കണം, നിന്റെ മംഗലപ്രായം കഴിഞ്ഞു പോയി. മംഗലപ്രായം കഴിഞ്ഞിട്ടും വേണ്ടാന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ ഈ ഇരിക്കുന്ന ചെറിയ മക്കളോട് ചോദിച്ചു നോക്കിയാട്ടെ, മോനെ മംഗലം കഴിക്കണ്ടേ? ഇവന്റെ എല്ലാം മറുപടി എന്തായിരിക്കും അറിയാം? 2 3 എന്നായിരിക്കും. ഒന്ന് ഇവന്റെ ഇപ്പം തന്നെ വാട്സപ്പിലോട്ട് ഉറപ്പിച്ചിട്ടുണ്ടാവും. അപ്പോ അയ്യൂബ് നബി വേണ്ടാന്നാ പറഞ്ഞത്. കുറെ പറഞ്ഞപ്പോ പറഞ്ഞു, ബാപ്പ ഞാൻ മംഗലം കഴിക്കണമെങ്കിൽ എനിക്ക് പറ്റിയ പെണ്ണ് വേണം. അപ്പൊ ബാപ്പ ചോദിച്ചു, എന്താ എന്റെ പറ്റിയ പെണ്ണിന്റെ ഷർത്ത് എന്താ? എന്നെപ്പോലെ നോമ്പ് നോക്കുന്ന, നിസ്കരിക്കുന്ന, പടച്ചോനെ ആഗ്രഹിക്കുന്ന, പരലോകത്തെ ആഗ്രഹിക്കുന്ന, ദുനിയാവിനെ വെറുക്കുന്ന, അല്പം മാത്രം ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു പെണ്ണുണ്ടോ? പറ, ഞാൻ മംഗലം കഴിക്കാം. ഐസുമെല്ലാം മുണ്ടാണ്ട് പോയി. ഓമം പറഞ്ഞു, ഇഞ്ച മംഗലം കണ്ടിട്ട് ഞാൻ മരിക്കലിന്റെ ഒരു ഉപ്പ വിചാരിക്കണത് അയ്യൂബ് നബി ചിന്തിക്കണ പോലെ ഒരു പെണ്ണില്ലാന്നാ. പക്ഷേ അങ്ങനെ ഒരു പെണ്ണിനെ അല്ലാഹ് പടച്ചിട്ടുണ്ട്. അത് ആ നാട്ടിലല്ല, അകലെ ഈജിപ്ത് കൊട്ടാരത്തിൽ രാജകുമാരിയായ പൂവി, അത് അവിടെയാണ്. അഴകിന്റെ റാണി മിസ്റിന്റെ പൂവി, അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബി, കസ്തൂരിമാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. മിസ്റിന്റെ പൂവി, അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബി, കസ്തൂരിമാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. ഓ കാണുന്നു കവിളിണയിൽ. അല്ലാഹുവിനെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ, അല്ലാഹുവിനെ ഭയന്ന് നിസ്കാരപ്പായയിൽ നിത്യം സുജൂദിലിവൾ. അരിമുല്ലപ്പൂവിൻ മധുഗണം നുകരാൻ വട്ടമിട്ട് പറക്കും വണ്ട്,
ഇവകളെ ബീബിയും തുരത്തുന്നുണ്ട്. അരിമുല്ല പൂവിൻ മധുകണം നുകരാൻ വട്ടമിട്ട് പറക്കും വണ്ട്, ഇവകളെ ബീവിയും തുരത്തുന്നുണ്ട്. മിസ്റിന്റെ പൂവി അഴകിന്റെ റാണി മുഞ്ചേറും റഹ്മത്ത് ബീ. കസ്തൂരിമാനിൻ കല്യാണ പ്രായം കാണുന്നു കവിളിണയിൽ. ആഹാ കാണുന്നു കവിളിണയിൽ. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിക്കുന്ന രൂപത്തിൽ ഒരു പെണ്ണ് ആ കാലത്ത് അല്ലാഹു പടച്ചു വെച്ചിട്ടുണ്ട്. അത് പക്ഷെ ആ നാട്ടിലല്ല, ഈജിപ്തിലാണ്. ഈജിപ്ത് കൊട്ടാരത്തിൽ ഒരു രാജകുമാരി, ഒരു കാലഘട്ടത്തിന്റെ പ്രവാചകനും രാജ്യത്തിന്റെ രാജാവുമായിരുന്ന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകന്റെ മകൾ, യൂസുഫ് നബിയുടെ പേരക്കുട്ടി, പേര് റഹ്മത്ത് എന്ന റഹ്മത്ത് ബീബി. ഇതേ മോഡലാണ്, അതേ മോഡൽ അയ്യൂബ് നബി ചിന്തിക്കുന്ന ആ രൂപം തന്നെയാണ്. നിസ്കാരവും നോമ്പോ ഇബാദത്തോ അല്ലാണ്ട് വേറൊന്നുമില്ല ആ ചിന്തയിൽ. അവിടെയും അംഗനപ്രായമായി, 16-17 വയസ്സായി. കുഴപ്പാക്കണ്ട, 18 ആയിക്കോ. പിന്നെ ശൈശവ വിവാഹം നടന്നൊന്നും പറയണ്ട. അപ്പേ വിവാഹപ്രായമായി, അവിടെയും നിർബന്ധം തുടങ്ങി. പല ആൾക്കാരും റഹ്മത്തിനെ കാണാൻ വന്നു, പെണ്ണ് കാണാൻ വന്നു. എല്ലാവർക്കും റഹ്മത്തിനെ കണ്ട ഇഷ്ടപ്പെടും, പക്ഷെ റഹ്മത്തിനെ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആളെ ഇഷ്ടപ്പെടാഞ്ഞിട്ടല്ല. റഹ്മത്ത് ചിന്തിക്കണത് ഏതെങ്കിലും ഒരുത്തന്റെ ഭാര്യയായാൽ പിന്നെ അവന്റെ ബാക്കിൽ നടക്കേണ്ടി വരും, നിസ്കരിക്കാനൊന്നും ടൈം കിട്ടൂല. അതുകൊണ്ട് മങ്ങലേ വേണ്ട. ആര് ചിന്തിക്കുന്നു? റഹ്മത്ത്. എന്നാൽ ഈ കാലത്തെ പെൺകുട്ടികൾ ചിന്തിക്കുന്നതോ മങ്ങലേ വേണ്ടു. ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോവും, അതന്നെ കണക്ക്. അള്ളാഹു രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ. ആമീന്റെ വർക്കത്തുണ്ട്, എനിക്കറിയാം എന്താ കോലം. അപ്പോ ഇവിടെ റഹ്മത്തിനെ പല ആൾ കാണാൻ വന്നിട്ട് ആരും ഇഷ്ടപ്പെടുന്നില്ല. ഒരിക്കലും ഒരു അടിപൊളി ഭയങ്കര സ്റ്റൈലുള്ള ഏത് ശിവന്റെ മോഡൽ ഒരാൾ വന്നു. നിന്റെ നീയല്ല കൂട്ടത്തിൽ കുറെ കോണമുള്ളേ. അപ്പോ സ്റ്റൈലായ ഒരാൾ വന്നിട്ട്, രാജകുമാരനും കൂടിയാണ്, റഹ്മത്ത് ബി മുസല്ലയിലാണ്. ബാപ്പ പോയിട്ട് പറഞ്ഞു, മോളെ എന്നെ കാണാൻ നല്ലൊരു മനുഷ്യൻ വന്നിട്ടുണ്ട് ബാന്ന്. അപ്പൊ റഹ്മത്ത് പറഞ്ഞു, എന്തിനാ ബാപ്പ കുറെ മനുഷ്യന്മാരെ മുന്നിൽ എന്നെ അങ്ങനെ കാട്ടിക്കൊടുത്തില്ല, എന്നിട്ട് എന്താ ഉണ്ടായേ? ഇതങ്ങനെയൊന്നല്ല മോളെ, അടിപൊളിയാ. കണ്ടാൽ അവന്റെ മുഖത്തൊന്ന് കണ്ടെടുക്കൂല. ഇവന്റെ ഒന്നല്ലേ, ഇവന്റെ എല്ലാം മുഖത്തൊന്ന് കൈയെടുക്കൂല. അത് വേറെ കഥ. അപ്പോ അത്ര രസമുണ്ട് പാന്നു. അപ്പൊ റഹ്മത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം അവനൊന്ന് അങ്ങോട്ട് കാണട്ടെ, എന്നിട്ട് കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട മാത്രം കാണിച്ചു കൊടുത്താൽ മതി. ഉപ്പ ഉറപ്പിച്ച് വാ. റഹ്മത്തും എല്ലാം വന്നു ഒളിച്ചങ്ങോട്ട്. പെണ്ണ് കാണാന്ന് പറഞ്ഞ ആണുങ്ങളുടെ മാത്രം അവകാശം അല്ല കേട്ടോ. അങ്ങനെ ഒരു ധാരണ ഉണ്ട് നമുക്ക്, ഇത് നമ്മളെ അവകാശമാണ്. പെണ്ണിന് ഇങ്ങോട്ടും കാണാനുള്ള അവകാശം വെച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. പരസ്പരം കാണലാണ്. അല്ലാണ്ട് പഴയ കാലത്തെ പെൺകുട്ടികളെ കാണാൻ പോയാൽ നമ്മളെ കാണും, നമ്മളെ കാണൂല. കാരണം ആ കാലത്തെ പെൺപിള്ളേർ ഇങ്ങനെ നമുക്ക് മൊത്തം നോക്കിയിട്ട് ഹോൾസെയിലായിട്ട് വരാം. എന്നാൽ ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ നമ്മളങ്ങ് കാണാൻ പോകുമ്പോ തന്നെ ഒരു ചോദ്യമുണ്ട്, ഹലോ ഇവൻ മേലോട്ട് നോക്കൂ. കാരണം ഇവൻ ഇംഗ്ലീഷ് മീഡിയം, ഇവൻ 8ാം ക്ലാസ്സിൽ 8 കൂട്ടം തോറ്റ പോട്ടാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടരെ പിടിച്ചു നിൽക്കണോ ഇംഗ്ലീഷ് മീഡിയം അല്ല, എന്നാണ് അല്പം സ്പോക്കൺ ഇംഗ്ലീഷിനങ്ങ് പോടും. കാരണം അല്പം പിടിച്ചിക്കണ്ടേ. തൽക്കാലം പെണ്ണ് കെട്ടുന്നവരെ കെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇംഗ്ലീഷ് കാണിച്ചു കൊടുക്കാം, അത് വേറെ കഥ. അപ്പൊ ഈ കാലത്തെ പെൺകുട്ടികളെ കഥയാണ് ഈ പറഞ്ഞത്. ഇപ്പൊ എല്ലാം മാറിയില്ലേ. ഇപ്പൊ മുമ്പൊക്കെ പെണ്ണുകുട്ടികളെ ഭർത്താക്കന്മാരെ ഭാര്യമാര് വിളിക്കലെങ്ങനെയാണ്? ഭർത്താക്കന്മാരെ ഭാര്യമാര് വിളിക്കൽ കുറെ എന്തെല്ലോ ഒച്ചപ്പെടാം, ഏയ് അങ്ങനെയൊക്കെ വിളിക്കല്. ഇപ്പൊ എങ്ങനെയാ വിളിക്കണത്? നിങ്ങളല്ലേ തുടങ്ങിയത്. എന്ത് മാഹിയിലെ പെമ്പിള്ളറെ കണ്ടുക്ക, അണങ്കൂടെ ചക്കന്മാരെ കണ്ടുക്ക, കണ്ടിക്കില്ലേ ബാ എടുത്തേക്ക് വാ. എന്താ വരുന്ന? അപ്പൊ റഹ്മത്ത് ബീബി നോക്കുമ്പോ ഈ ചെങ്ങായി രാജകുമാരെ ശരിക്കും അടിച്ചു തിന്നാണ്. അപ്പൊ റഹ്മത്ത് ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ച്, പൊടച്ചോനെ ഇവനെങ്ങാനും എന്നെ മാപ്പിളയായാൽ, ഇവിടെ ഭർത്താവിന് എന്താ പറയല്? മാപ്പിള തന്നെയല്ലേ, ഭാര്യക്ക് ഭാര്യ തന്നെയല്ലേ. മംഗലാപുരം പോയാലും ഭാര്യക്ക് എന്താ പറയുക? വെച്ചായി അങ്ങനെ എന്താ പറയല് ഉസ്താദ്? പെഞ്ഞായി
പേസ്റ്റായി അല്ല പെഞ്ഞായി. അപ്പൊ ഇവിടെ ഇവൻ എന്നെ കല്യാണം കഴിച്ച് മംഗലം കഴിച്ച് ഇവൻ എന്റെ ഭർത്താവായാല് പിന്നെ ഇവന് ചോറുണ്ടാക്കി കൊടുക്കാന്നല്ലാണ്ട് മറ്റൊന്നിനും നേരം കിട്ടൂല എന്ന് റഹ്മത്ത് ഉറപ്പിച്ചിങ്ങനെ നിൽക്കുമ്പോ ബാപ്പ അങ്ങോട്ട് കയറി. ബാപ്പ കയറിയിട്ട് വിളിച്ചു, മോളെ റഹ്മത്ത് ചന്തേ ഇഷ്ടപ്പെട്ട? റഹ്മത്ത് പറഞ്ഞ എന്റെ ബാപ്പ അവനെ ഞാൻ ഇഷ്ടപ്പെട്ടാൽ ഞാൻ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് കുറച്ചും കൂടി ചോറ് വിളമ്പി കൊടുത്തിട്ട് പോയിക്കോന്ന് പറയുന്നത്. അപ്പോഴാണ് ഉപ്പ ചോദിച്ചത്, നിൽക്കട്ടെ എവിടെ? ഞാൻ വിചാരിച്ചു ഇവനെങ്കിലും നിനക്ക് ശരിയാവുന്നതാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ മോളെ, നിന്റെ കൽബിനകത്ത് ആരെങ്കിലും ഉണ്ടാ? നിന്റെ കൽബിനകത്ത് ആരെങ്കിലും ഉണ്ടോ? പഴയ പെൺകുട്ടികളോട് ചോദിക്കാ, ഈ കാലഘട്ടത്തെ പെൺകുട്ടികളോട് ചോദിക്കണ്ടേ? ചോദിച്ചാൽ കൊടുക്കും, ചോദിച്ചോന്റെ കാര്യം പോക്കായിരിക്കും. ഈ കാലത്തെ പെൺകുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാട്ട് എന്റെ കൽബിനകത്ത് ആരും കൊണ്ടോ? ഉടനെ അവള് കമ്പ്യൂട്ടർ ലിസ്റ്റ് എടുത്തിട്ട് ബദർമോലൂതോന്നും പോലെ ഓതും. സുബൈറുമ്പ സുബൈറുമ്പ മുഹമ്മദുമ്പ ബോക്കറുമ്പ ചോദിച്ചപ്പോ ബാത്തിലായി വീണു. അതുകൊണ്ട് ചോദിക്കണ്ട, നിങ്ങൾക്ക് തോന്നിയാലോ നോക്കിക്കോ. അപ്പൊ റഹ്മത്തിനോട് ചോദിച്ചപ്പോ റഹ്മത്ത് ഒരു മൂളല ഉണ്ട്. അപ്പൊ ഉപ്പ ഞെട്ടിപ്പോയി. ആര്? ഒരാളല്ല, പിന്നെ ആരുടെ? 12 ആളോ? എന്റെ ബാപ്പ എന്റെ കൽപ്പിനകത്തൊരു മനുഷ്യനൊന്നുമില്ല, പിന്നെ ആരാ മലക്കോ? ഓ, എന്റെ ഉപ്പ എന്നെ മംഗലം കഴിക്കുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളെ മനസ്സിന്റെ സങ്കല്പം പറയാം ഞാനിന്നൽപ്പം. പരലോകം മോഹിക്കും മാരനെയാണെനിക്കിഷ്ടം. പണത്തിനും മഴകിനും പിറകെ വരുന്നവൻ വേണ്ട. പ്രിയ ബാപ്പ ഈ മകളെ ആ കയ്യിൽ കൊടുക്കേണ്ട. രാജകുമാരിതൻ തൂമൊഴികൾ രാജാവിൽ കുളിരുണ്ടാക്കി. ആ കുഫുവൊത്തവനയ്യൂബ ആ കാര്യം മകളിൽ ചൊല്ലി. രാജകുമാരിതൻ തൂമൊഴികൾ രാജാവിൽ കുളിരുണ്ടാക്കി. ആ കുഫുവൊത്തവനയ്യൂബ ആ കാര്യം മകളിൽ ചൊല്ലി. അവൾ സമ്മതം മൂളുന്നേ, അയ്യൂബിനെ കാണുന്നേ. ആ കിളികൾ കൂടുന്നേ, അഹദിൽ സ്തുതി പാടുന്നേ. മനസ്സിന്റെ സങ്കല്പം പറയാം ഞാനിന്നൽപ്പം. പരലോകം മോഹിക്കും മാരനെയാണെനിക്കിഷ്ടം. പണത്തിനും അഴകിനും പിറകെ വരുന്നവൻ വേണ്ട. പ്രിയ ബാപ്പ ഈ മകളെ ആ കയ്യിൽ കൊടുക്കേണ്ട. റഹ്മത്ത് പറഞ്ഞ ബാപ്പ, എന്നെ മംഗലം കഴിക്കുന്ന ആളെ കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. ഒരു ചിന്ത, എങ്ങനെയുള്ള ആള് വേണോ, എങ്ങനെയുള്ള ആളാവണം എന്നെ മംഗലം കഴിക്കേണ്ടത് എന്ന് എനിക്ക് ചിന്ത ഉണ്ട്. പണ്ടത്തെ പെണ്ണിനുണ്ട് ഇന്നത്തെ പെണ്ണിനും ചിന്തകളൊക്കെ ഉണ്ട്. പക്ഷെ ചിന്തകളിൽ ഏറ്റ വ്യത്യാസമുണ്ട്. പഴയ കാലത്തെ പെൺകുട്ടികളൊക്കെ ചിന്തിച്ചത് തന്നെ മംഗലം കഴിക്കുന്ന ഒരാള് അയാൾ ഒന്നുമില്ലെങ്കിൽ ഒരു 5 വക്ത് കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാവണം തീരുമാനിച്ചു. പഴയ കാലത്ത് 5 വക്ത് കൃത്യമായി പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരാളാവണമെന്ന് പഴയ കാലത്തെ പെൺകുട്ടികൾ ചിന്തിച്ചു. ആ തലമുറ നന്നാവുകയും ചെയ്തു. എന്താ ഈ കാലഘട്ടത്തെ പെൺകുട്ടിയൊക്കെ അങ്ങനത്തെ ഒരു ചിന്തയില്ല. തന്നെ കല്യാണം കഴിക്കുന്നവന് പിന്നെ നിസ്കരിക്കണമെന്നൊന്നും ഈ കാലത്തെ പെൺകുട്ടിയൊക്കെ ഒരു ചിന്തയൊന്നുമില്ല. എന്നെ കല്യാണം കഴിക്കുന്നവൻ ഹംക്കിന് ഓന് താടി ഉണ്ടാക്കാൻ പാടില്ല, മീശ ഉണ്ടാക്കാൻ പാടില്ല, മോന്തങ്ങനെ ഒരു കലം തേച്ചോടെ അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇടുന്ന പേന്റാണെങ്കിൽ മറ്റേത് ഇടുന്ന സൈസ് മതി. ഏത് പെയിന്റ്? അലാക്കിന്റെ ഒരു പെയിന്റ് ഇല്ലേ, മേലോട്ട് ഉത്തരത്തെ തട്ടിയാൽ മേലോട്ട് കയറാത്തൊരു പെയിന്റ് ഇല്ലേ, റഹ്മാനായ റബ്ബി അങ്ങനത്തെ ഒരു പെയിന്റ് ഉണ്ട്. അതൊന്നും പറയാണ്ടിരിക്കലാ നല്ലത്. അങ്ങത്തൂല. ചിലപ്പോൾ നിങ്ങൾക്ക് ഓഫീസ് റൂമിന്നൊക്കെ രാവിലെ ഒരു സൗണ്ട്, നിങ്ങൾ വിചാരിക്കേണ്ട എക്സസൈസ് ആണ്, പാൻറ് ഇടുന്ന സൗണ്ട് അത്. അങ്ങനെ ചില പാൻറ് ഉണ്ട്. ആ ബേക്കൽ കോട്ട കാണാത്ത ആരല്ല ഈ കൂട്ടത്തിൽ? ഇപ്പൊ ഞാൻ കളിച്ചാല ബേക്കൽ കോട്ട. ചില ഇവിടെ ഞാൻ ഈ പറയുന്നതൊന്നും ഈ പ്രദേശത്തുകാരെ കുറിച്ചല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് തിരിച്ചു പോകണം. സത്യം ആണെങ്കിലും അല്ല, ഒരു 2 മണിക്കൂർ സമയത്തേക്ക് ധൈര്യത്തിൽ പറയാല. മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട് ഹൈക്കോടതി. അപ്പോ ചില ചെറുപ്പക്കാരിടുന്ന പാൻറ്റാ ഞാൻ കാണിച്ചത്. ചില ആളിടുന്ന പാൻറ് എന്ന് പറഞ്ഞാൽ ഇങ്ങ് കേറൂല. ഓന് അടിയിലിട്ടതിന്റെ ഫോട്ടോ വരെ ബേക്കെന്ന് കാണാം.
അങ്ങനെ കാണാം. എന്നിട്ട് ആ ഒരു പാൻറ് ഇട്ട് ഒരു അലാക്കിന്റെ കുപ്പായി ഇൻസൈഡ് ആക്കാന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാണാൻ രസമാണ്. ഇതിപ്പോ ഇൻസൈഡ് ആണോ ഔട്ട് സൈഡ് ആണോ തിരിയലില്ല ഇപ്പൊ. അങ്ങനെ ഒരു കുപ്പായി ഇട്ടിട്ട് പള്ളിയിൽ ചിലപ്പോൾ നിസ്കരിക്കാൻ കയറുമ്പോ എന്താ ഉണ്ടാക്കാന്നറിയാം, സുജൂദിലേക്ക് പോയാൽ ഈ കുപ്പായം മേലോട്ടും പാൻറ് താഴോട്ടും പോകും. അപ്പൊ ബാക്കിൽ നോക്കിയാൽ ഒരു കോട്ട കാണാം, അതാണ് ബേക്കൽ കോട്ട. ബേക്കലല്ല, ബാക്കിൽ കോട്ട. ഇനി പോയി എന്നിട്ട് കണ്ടിട്ട് അടി വാങ്ങണ്ട, ഞാൻ വെറുതെ പറഞ്ഞത്. നിസ്കാരം ശരിയാകോ ഇല്ലയോ എന്നുള്ളത് വേറെ വസ്തുവല്ല, അത് അവിടെ ചോദിക്കണം. അങ്ങനെയുള്ള ചില ഹലാക്കിന്റെ ഇതുണ്ട്, അതുപോലെ പറയാണ്ടിരിക്കൽ. അതല്ല ഈ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് അങ്ങനെ ഒരു ഹലാക്കിന്റെ ഭർത്താവായ മതി. ഒരു ഫാഷന്റെ സമ്പ്രദായം, ഒരു ഫാഷനായിട്ട് പരിശുദ്ധ മതത്തിന്റെ ശിആറുകൾ തൊട്ട് തെറിപ്പിക്കാത്തവനായാലും തിരക്കടില്ല. അങ്ങനെ ഒരുത്തരെ കിട്ടിയാൽ മതി ഈ കാലത്തെ പെൺകുട്ടികൾ. എന്നാ പഴയ കാലത്തെ പെൺകുട്ടികളോ? പഴയ കാലഘട്ടത്തിലെ പെൺകുട്ടികൾ ചിന്തിച്ചു അള്ളാനെ പേടിക്കുന്ന ഒരുത്തനെ കിട്ടണോ. ഓന്റെ വേഷവിധാനങ്ങൾ പഴയ കാലത്തെ പെൺകുട്ടികൾ ചിന്തിച്ചില്ല, എങ്ങനെയാകണമെന്ന് ചിന്തിച്ചില്ല, അള്ളാനെ പേടിക്കുന്നവനാവണം എന്ന് ചിന്തിച്ചപ്പോ ആ പഴയകാല തലമുറ നന്നായി. അള്ളാഹു ഈ തലമുറയും നന്നാക്കി തെരുമാറാകട്ടെ. റഹ്മത്ത് പറഞ്ഞത് ബാപ്പ എനിക്കൊരാളുണ്ടെന്നല്ല, എന്റെ കൽബിൽ എന്നെ മംഗലം കഴിക്കുന്നവരെ കുറിച്ച് ചില ചിന്തകളുണ്ട്. എന്നെ പോലെ നിസ്കരിക്കുന്ന ആളാവണം, നോമ്പ് നോക്കുന്ന ആളാവണം, അള്ളാഹുവിനെ പേടിക്കുന്ന ആളാവണം, ദുനിയാവിനെ വെറുക്കുന്ന ആളാവണം, പടച്ചോന് വേണ്ടി കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്ന ആളാവണം. ഇങ്ങനെ ചില സിഫത്ത് അങ്ങോട്ട് പറഞ്ഞപ്പോ റഹ്മത്ത് ബീവിന്റെ ബാപ്പയും എല്ലാം പോയി മുണ്ടാണ്ട് പോയി അങ്ങോട്ട് കുത്തിയിരുന്നു. അപ്പോഴാണ് ഉമ്മ വന്നത്. റഹ്മത്തുവിന്റെ ഉമ്മമാരാണ് ഈ ടെൻഷൻ മാറ്റുന്ന സാധനങ്ങൾ. അല്ലാഹു നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്ക് സ്വർഗ്ഗലോകം നൽകുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകട്ടെ. ഉമ്മ മെല്ലെ വന്നിട്ട് വിളിച്ചു, എന്തോ ഒരു ടെൻഷനോ? എന്റെ മോള് പറയുന്നത് കേട്ടില്ലേ? അവള് ചിന്തിക്കണ പോലെ ഒരു ഭർത്താവിനെ ഞാൻ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാ? അപ്പൊ ഉമ്മ പറഞ്ഞു, നിങ്ങൾ വേദാറാവേണ്ട ഒരാളുണ്ട്. അതാര്? ഉണ്ട്, നമ്മളെ കുടുംബത്തില് അങ്ങനെ ആരാ? ഇവിടെയല്ല മനുഷ്യ, ഡമസ്കസിലാന്ന് പറഞ്ഞ ഉടനെ തന്നെ റഹ്മത്തുവിന്റെ ഉപ്പ ചോദിച്ചു, നീ ഉദ്ദേശിക്കുന്നത് അയ്യൂബ് നബിയാണോ? അതെ. അത് പറ്റും, പക്ഷെ വേറൊരു ഇടങ്ങേറുണ്ട്. എന്താ? അയ്യൂബ് നബി ഒരു സാധാരണ മനുഷ്യനല്ല, അള്ളാന്റെ നബിയാ. കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവള് വേണ്ടാന്ന് പറഞ്ഞാൽ തിരിച്ചയക്കാൻ പറ്റൂല. പ്രവാചകന്മാരെ അവഗണിച്ചു വിട്ട പടച്ചോൻ വിടൂല. അതുകൊണ്ട് അയ്യൂബ് നബിയെ കുറിച്ച് പറയണത് ആദ്യം ഇവളെ ഇങ്ങോട്ട് വിളിക്കും. ഇവക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് അയ്യൂബ് നബി വിവരറിയിക്കാൻ തുടങ്ങും. റഹ്മത്തിനെ വിളിച്ചോണ്ടത്. റഹ്മത്തിനോട് പറഞ്ഞു, റഹ്മത്തെ, നീ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഒരു ഒറ്റ മനുഷ്യനെ ദുനിയാവിൽ ഇപ്പൊ ഞങ്ങൾ കാണുന്നുള്ളൂ, അത് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. എനിക്ക് പറ്റുമോ? റഹ്മത്ത് ഒരു സെക്കൻഡ് താഴോട്ട് തല താഴ്ത്തിയിട്ട് പറഞ്ഞു, പറ്റി, അത് മതി. കാരണം റഹ്മത്ത് ചിന്തിച്ച് എത്രയേ ഉള്ളൂ, അയ്യൂബ് നബി തന്നെ മംഗലം കഴിച്ചാൽ മൂപ്പർ അപ്പുറം നിസ്കരിക്കും, ഞാൻ ഇപ്പുറം നിസ്കരിക്കും. നിസ്കാരം ജോർ ഹേ ബാർ ഹേ സെന്റർ ലഹി ഹേ, അതങ്ങനെ പോയിക്കോളൂ, ഉറപ്പല്ലേ. റഹ്മത്ത് സമ്മതിച്ചു, വിവരം ഡമസ്കസിൽ അറിയിച്ചു. മഹാനായ അയ്യൂബ് നബി മംഗലം കഴിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന കാലം. അതുകൊണ്ട് തന്നെ അയ്യൂബ് നബി റഹ്മത്തിനെ കുറിച്ച് നല്ല പരിചയ. ആ ഓഫർ സ്വീകരിച്ചു. രണ്ട് കുടുംബവും ആലോചിച്ച് റഹ്മത്ത് ബീബിനെ നിക്കാഹ് ചെയ്ത് അയ്യൂബ് നബി ഡമസ്കസിലേക്ക് കൊണ്ടുപോയി. മണിമാരനിന്നരകൂടും മധുമതി പൂത്തുരാക്കിളി പാടും പുതുതായ സ്വപ്നം ചൂടും കളർമയിലായി നിൻ കരളാടും. മണിമാരനിന്നരകൂടും മധുമതി പൂത്തുരാക്കിളി പാടും പുതുതായ സ്വപ്നം ചൂടും കളർമയിലായി നിൻ കരളാടും. കൈമുട്ടി പാടടി മെയ് മറനാടടി കളിയടി ചിരിയടി കരളെതി തിരിയടി. മൈലാഞ്ചി കൊമ്പോടിച്ച് മൈലാഞ്ചി കൊമ്പോടിച്ച് നീട്ടി വലിച്ചരച്ച് കൈക്കറി ചപ്പമീടു പെണ്ണേ നീണ്ട മൈ കണ്ണാലോ ഞാലാടു പെണ്ണേ. പച്ചപ്പനം തത്തമ്മ ചാർത്തായി എഴുതി തന്ന ചെഞ്ചുണ്ടിൽ പാട്ടുണ്ടോടി പൊന്നേ മിന്നും പൊൻചപ്പത്തട്ടമിട്ട പെണ്ണേ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്തിനെ മംഗലം കഴിച്ചു ഡമസ്കസ് കൊട്ടാരത്തിൽ കൊണ്ടുപോയി, ഭർത്താവിന്റെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ കൊണ്ടുപോയിട്ട് തുടങ്ങിയിലെ സത്യത്തിൽ രണ്ടാളും നിസ്കാരം, ഒരു ബെഡ്റൂമിനകത്ത് രണ്ടുപേരും ഇബാദത്തിന് വേണ്ടി മത്സരം എന്നാ ചരിത്രം പറയുന്നത്. അയ്യൂബ് നബി 2 റക്അത്ത് നിസ്കരിച്ചാൽ റഹ്മത്ത് 4 നിസ്കരിച്ചു, റഹ്മത്ത് 4 അയ്യൂബ് നബി 8. ഇങ്ങനെ ഇബാദത്തിന് വേണ്ടി മത്സരം. പക്ഷെ ഇതിന്റെ സെൻട്രൽ ഒരാൾ കുടുങ്ങിയിട്ടുണ്ട്, ഇബ്ലീസ്. ഇങ്ങനെ നോക്കും രണ്ടാളിയും. മംഗലം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണ് കണക്കായ സാധനം. സാധാരണ ചില പെണ്ണുങ്ങളാണ്, പെണ്ണുങ്ങളുടെ അടുത്തൊന്നും ഇല്ലല്ലോ അല്ലേ, അങ്ങ് സ്കൂളിൻ്റെ ഉള്ളിലുള്ളൂ, ധൈര്യത്തിൽ പറയാം. സ്ക്രീനിലെറിഞ്ഞോ?
അപ്പോ സാധാരണ മംഗലം കഴിച്ച ചില പെൺകുട്ടികളാണ് നിസ്കരിക്കുന്നവന് ഇല്ലാണ്ടാക്കുക. അതൊക്കെ അറിയില്ലേ? ചില ആള് മംഗലം കഴിച്ചാൽ സോബി നിസ്കരിക്കില്ല. മംഗലത്തിന്റെ തലേന്നത്തോടുകൂടി സോബി ഓഫാക്കി. കാരണം എന്താ? പിറ്റേന്ന് രാവിലെ ഇവൻ 5 പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവനായിരിക്കും. പിറ്റേന്ന് രാവിലെ ബെഡ്റൂമിൽ ഇവരെ എഴുന്നേറ്റ് പാവം കുളിച്ച് പൊടിച്ചിട്ട് പള്ളിയിലേക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ ഓടാൻ നോക്കുമ്പോൾ ഈ കിടന്നിറങ്ങി പെണ്ണ് പറയും, ഹലോ ഏടിയായി പോന്നു. ഇവൻ പറയും, അല്ല ജമാഅത്ത് പള്ളിയിൽ. എന്ത് ജമാഅത്ത് പള്ളി? ഇപ്പോൾ സോബിക്കാള് പള്ളിയിൽ പോകുക. അല്ല ഔട്ട് ഓഫ് ഫാഷനാണ്. കിടക്ക് മനച്ചാ ഇവരാകെ കുടുക്കി കെട്ടിയോളല്ലേ പറയില്ല, കിടക്കാണ്ടിരിക്കാൻ പറ്റുമോ? കൂട്ടനാട്ടി ഓനതിന്റെ സൈഡിൽ തന്നെ കിടന്ന് കൈ രണ്ടും തറവാട്ടിലേക്ക് കയറ്റി വെച്ചു. തറവാട് മാറ്റി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്ന സമയമാണ് സുബൈക്ക്. അതിൻ്റെ ഉള്ളിൽ അതും കയറ്റി വെച്ചിട്ട് ഒരു പുറച്ചിട്ട് മൂടി കിടക്കല. സുബൈ പോയി പോകും. പിന്നെ ദുഹറിന് പിന്നെ പറയണ്ടല്ലോ, സുബൈക്ക് പോകാതെ പിന്നെ ദൂറിന് പോകുമോ? പിന്നെ അസർ തീരേ ഇല്ല. പിന്നെ മഗ്‌രിബ് ആള് കാണാൻ പിന്നെ ഒന്ന് കയറിയാൽ കയറിയില്ലേക്കില്ല. ഇശാക്ക് പിന്നെ ബൈക്കേ ഇല്ല. ഓൻ നമസ്കാരം ഓൾ ഓഫാക്കി. ഈ പറയുന്നൊന്നും ഇവിടെ അല്ലേ വന്ന പയ്യന്നെ മര്യാദക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് ഉനേസ് കൂട്ടിക്കൊണ്ടെന്നോണ്ട് ഇവിടെ എത്തിയതാ. അപ്പോ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഭാര്യയും കൂടി നിസ്കരിച്ച് കൂട്ടുമ്പോ ഇബ്ലീസ് ഇങ്ങനെ നോക്കിയിട്ട് ചിന്തിച്ച് നബിയെ പറ്റിക്കാൻ കഴിയില്ല, അല്ലാഹു നബിക്ക് എന്നെ മനസ്സിലാവും, ഈ പാപ പെണ്ണിനെ ഒന്ന് ശരിയാക്കാം എന്ന് കണക്കൂട്ടിട്ട് അയ്യൂബ് നബി ഇല്ലാത്തൊരു സമയത്ത് ഇബ്ലീസ് കോലം മാറി. ഇതേത് കോലത്തിലും വരൂ. ഇബ്ലീസിനെ കണ്ടിട്ടില്ല. കണ്ടില്ല. ഒന്നങ്ങോട്ടും ഒന്നപ്പറിപ്പറം നോക്കിയാ പോരെ. ആ ഇബ്ലീസ് റഹ്മത്തിനെ പറ്റിക്കാൻ തീരുമാനിച്ചിട്ട് ഒരു വയസ്സായ ഉമ്മാമാന്റെ കോലത്തിൽ ഇപ്പോഴത്തെ പരിപാടി. ഉമ്മാമാന്റെ കോലത്തിൽ വന്നിട്ട് റൂമിന്റെ പുറത്തു വന്നു. റഹ്മത്തിന് പുതിയ പെണ്ണല്ലേ, മെല്ലെ അകത്ത് കയറി സലാം പറഞ്ഞു. റഹ്മത്ത് സലാം മടക്കുകയും ചെയ്തു. കാരണം ഒരു ആ നാട്ടുകാരത്തി പെണ്ണല്ലേ. എന്നിട്ട് ഇബ്ലീസ് സലാം പറഞ്ഞിട്ട് ചിരി തുടങ്ങി. ആദ്യം ചോദിച്ചു, നീ ഇപ്പോ മോള് അയ്യൂബിന്റെ ഭാര്യയല്ലേ? അതെ ഉമ്മ, ഞാൻ അയ്യൂബ് നബിയുടെ ഭാര്യയാണ്. എന്തേ? അയ്യേ. എന്തേ ഉമ്മ? അയ്യേ. അയ്യോ പാവം പെണ്ണേ, നിന്റെ കാര്യം ഓർത്താൽ ബേജാറാ. അയ്യൂബിന്റെ വധുവായി കഴിയും എന്നും നിന്നിൽ അറിവോറാ. മധുവിധുരാവിൻ സുന്ദര രാത്രികളൊന്നും നിങ്ങളിലില്ലല്ലോ. അതുമിതുമോർത്തും മഹദിനെ വാഴ്ത്തിയുമെന്നും നിന്നാൽ പോരല്ലോ. അയ്യോ പാവം പെണ്ണേ, നിന്റെ കാര്യം ഓർത്താൽ ബേജാറാ. അയ്യൂബിന്റെ വധുവായി കഴിയൽ എന്നും നിന്നിൽ അറിവോറാ. മധുവിധുരാവിൻ സുന്ദര രാത്രികളൊന്നും നിങ്ങളിലില്ലല്ലോ. അതുമിതുമോർത്തും മഹദിനെ വാഴ്ത്തിയുമെന്നും നിന്നാൽ പോരല്ലോ. റഹ്മത്തപ്പോഴും മയിലോതി റാഹത്തിപ്പോഴുണ്ടെന്റെ വീതി. ഇഹത്തിൻ സൗന്ദര്യ സുഖമതുമായും ഇവകളെ ഞങ്ങൾ വെറുത്തുമ്മ. ഈ വകവേലകൾ ഇവളുടെ മുന്നിൽ വില പോകില്ലെന്നു കണ്ടപ്പോൾ ഇബ്ലീസ് അവിടം വിട്ടുമറഞ്ഞു, വീണ്ടും സൂത്രം തിരയുന്നു. ഈ വകവേലകൾ ഇവളുടെ മുന്നിൽ വില പോകില്ലെന്നു കണ്ടപ്പോൾ ഇബ്ലീസ് അവിടം വിട്ടുമറഞ്ഞു, വീണ്ടും സൂത്രം തിരയുന്നു. റഹ്മത്തിനോട് വന്നിട്ട് ഇബ്ലീസ് പറഞ്ഞു, എന്റെ മോളെ നീ എന്ത് മണ്ടത്തിയാ, നീ അല്ലാണ്ട് ആ അയ്യൂബിന്റെ ഭാര്യയാകാൻ സമ്മതിക്കോ? റഹ്മത്തി പറഞ്ഞു, മൂപ്പര് എന്താ കുഴപ്പാ? അയ്യേ, അതൊരു ഭർത്താവാകാൻ കൊള്ളാത്ത സാധന. എടി പെണ്ണെ, ഈ നാട്ടിൽ ഒരു പെണ്ണും അയ്യൂബിന്റെ ഭാര്യയാകാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് കഥയൊന്നും അറിയാത്ത നിന്നെ ഡമസ്കസിലെ ഈ രാജകുമാരനായ മനുഷ്യൻ ഈജിപ്തിൽ നിന്ന് മംഗലം കെച്ചിക്കോട്ട് കൊണ്ടുവന്നു. നീ അല്ലാണ്ട് നോക്കൂ. റഹ്മത്ത് വെച്ച് മൂപ്പർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഉമ്മ, എനിക്ക് ജീവിതത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവാണ് അയ്യൂബ് നബി. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, നിനക്ക് ഇപ്പൊ അങ്ങനെ തോന്നും, കുറച്ച് കഴിയുമ്പോൾ എന്റെ അഭിപ്രായം മാറും. അത് സത്യാട്ടോ. അത് അയ്യൂബ് നബിയെ കുറിച്ചല്ല, നമ്മളെ കുറിച്ച് ഇബ്ലീസ് പറഞ്ഞ സത്യ. കാരണം ഈ അടുത്ത മംഗലം കഴിഞ്ഞ പെൺകുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കിയാട്ടെ, എന്തിന്റെ അടിന്റെ മാപ്പിള ഇവളെന്താ പറയാന്നറിയോ? എന്റെ റബ്ബേ, ഞാൻ എന്തോ ഒരു ഗുണം അറിയാണ്ട് ചെയ്തോണ്ട്, അറിഞ്ഞാൽ ചെയ്യൂല നോക്കാൻ അറിയാം. അള്ളാഹ് എനക്ക് ഇറക്കി തന്ന തങ്കക്കട്ട, പൊന്നും കട്ട, മുത്തുക്കട്ട, ഫുൾ കട്ട. അങ്ങനെ പറയാം, അത്ര ഭയങ്കര കട്ടയായിരിക്കില്ല. നിങ്ങൾ ഒരു കൊല്ലം കഴിച്ചിട്ട് ചോദിച്ചു നോക്കിയാട്ടെ, എന്തുണ്ട് ഇന്റെ മാപ്പിള? ഇവിടെ മറുപടി കലയല്ലേ, ഇത് തങ്കക്കട്ടയല്ലേ? ഇപ്പം മറുപടി ഇങ്ങനെ അറിയോ? അങ്ങനെ അങ്ങനെ പോന്നു. എവിടേക്ക് പോന്നു?
ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് വെച്ച് നോക്കിയാട്ടെ, അപ്പൊ എന്താ മറുപടി തറിയോ? ഇനി എന്താക്കാനാ, 4 കൊല്ലം കൊണ്ട് 4 മക്കള്, ഇല്ലെങ്കിൽ പിന്നെ ചവിട്ടി പുറത്താക്കും നീ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ചില മാപ്പിളുണ്ട്, മാപ്പള്ള കണക്കൂട്ടിക്കോ. ഞാനത് പറയാണ്, അയ്യൂബ് നബിയുടെയും റഹ്മത്ത് നബിന്റെയും അവരുടെ കുടുംബജീവിതത്തിലേക്ക് കയറിയിട്ടില്ല നമ്മൾ. കയറിയാൽ നിങ്ങൾ ചിന്തിക്കാൻ, നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള പോകും. റഹ്മത്ത് നബി പറഞ്ഞു, അതാണ് എന്റെ ഏറ്റവും നല്ല ഭർത്താവ്. അപ്പൊ ഇബ്ലീസ് ചോദിച്ചു, മോളെ മംഗലം കഴിഞ്ഞ ഒരു ടൂറൊക്കെ പോകൂലേ? ടൂറ് പോകൂലേ? നിന്റെ ഭർത്താവ് നിന്നെയും കൊണ്ട് എവിടെയെങ്കിലും ഒന്ന് ടൂറ് പോയോ? യാത്ര നിങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞ? യാത്ര നിങ്ങൾക്ക് പരീക്ഷണമാണ്. ഇബാദത്തിനൊക്കെ വല്ലാത്ത ഭംഗം വരുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ജംഉം കസറൊക്കെ അല്ലാഹു അനുഗ്രഹിച്ചു നൽകിയത് യാത്രയുടെ ആ വിഷമങ്ങൾ മനസ്സിലാക്കിയിട്ടാണ്. അപ്പോ പടച്ച റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യാത്ര ചെയ്യാൻ മനുഷ്യരോട് പറഞ്ഞു, എന്തിനാ സീറോ ഫിൽ അർദി ജമിയ, ഭൂമി മുഴുവൻ നിങ്ങൾ ഇങ്ങനെ നടന്നു നോക്കണം. എന്തിനാണെന്നറിയോ? ഭൂമി ഇങ്ങനെ നടന്നിട്ട് കണ്ടതെല്ലാം കാണാനല്ല, എല്ലാം കാണുമ്പോഴും, എല്ലാം ഹലാലായത് കാണുമ്പോഴും അള്ളാഹുവിനെ കണ്ടെത്താൻ, അവന്റെ റബ്ബിനെ കണ്ടെത്താൻ, അവന്റെ രക്ഷിതാവിനെ കണ്ടെത്താൻ, അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ കണ്ടെത്താൻ യാത്ര നിങ്ങൾ ചെയ്യണം. ആ യാത്രകളിൽ നിങ്ങൾ അള്ളാഹുവിനെ കണ്ടെത്തണം. അതാണ് അള്ളാഹു പറഞ്ഞത്. അപ്പോ നിനക്ക് നിന്റെ ഭർത്താവ് നിന്നും കൂടി ഒരു യാത്ര പോയോ? എവിടെങ്കിലും ടൂർ അടിച്ചൂടെ? അപ്പ റഹ്മത്ത് പറഞ്ഞു, ഞങ്ങളൊരു ടൂറ് പോകാനുള്ള ഒരുക്കത്തില. അപ്പ ഇബ്ലീസ് പറഞ്ഞു, ഓ നീയാ നല്ല മോള്. ഭർത്താക്കന്മാരെ നട്ടം കറക്കുന്ന ഭാര്യമാരാണ് ദുനിയാവിലെ ഏറ്റവും നല്ല ഭാര്യ. ഇബ്ലീസ് പറഞ്ഞതാണ്, ഇന്ന് നട്ടപ്പാതിരാക്ക് നട്ടം കറക്കേക്കണ്ട. എന്നിട്ട് ചോദിച്ചു, എവിടെയാ നിന്റെ യാത്ര? നീയും ഭർത്താവും എങ്ങോട്ടാ പോണ്? റഹ്മത്ത് പറഞ്ഞു, ഇവിടെ അടുത്തേക്കാ. അടുത്ത് പിന്നെ യാത്ര പോണ, പോകുമ്പോൾ കുറച്ച് ദൂരെ പോണ്ടേന്ന്. അപ്പൊ റഹ്മത്ത് പറഞ്ഞു, അവിടം വരെ ജനങ്ങൾ കൊണ്ടുപോകും. ജനങ്ങൾ കൊണ്ടുപോകുന്ന യാത്രയെ അതെന്ത് യാത്രയാ മോളെ? റഹ്മത്ത് പറഞ്ഞു, അങ്ങനെ ഒരു യാത്ര. മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, മനുഷ്യ നിൻ ജീവിത അവസാന യാത്ര, മനുഷ്യ നിൻ ജീവിത അവസാന യാത്ര, മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. ഇതൊക്കെയും അപ്പോൾ നിനക്കുള്ളതല്ല, ഇണയില്ല, ബന്ധു സഹായങ്ങൾ ഇല്ല, പിണമാവുകിൽ നീ പണക്കാരനല്ല, ഗുണദോഷഭാരങ്ങൾ വഹിക്കുന്ന യാത്ര, മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര, മനുഷ്യ നിൻ ജീവിത അവസാന യാത്ര, മണി മഞ്ചലിൽ നിന്റെ മടങ്ങാത്ത യാത്ര. റഹ്മത്ത് പറഞ്ഞ ടൂർ അതാണ്. ടൂർ നമ്മൾ ചിന്തിച്ചോ? ഏത് ഘട്ടത്തിലും ഇലാഹിയ ചിന്തയിലേക്കാണ്. ഇബ്ലീസോട് പറയണത്, ഞാനും എന്റെ ഭർത്താവ് ഒരു ടൂർ പോകാൻ ഒരുങ്ങാണ്. ഏതാ ടൂറ്? ജനങ്ങൾ കൊണ്ടുപോകുന്ന ടൂറ്. ഏതാ കൊണ്ടുപോകുന്ന ടൂറ്? മരണത്തിന്റെ മഹാസത്യം മയ്യത്ത് കട്ടിൽ ഏറിയിട്ട് പോണ പോക്ക്. മയ്യത്ത് കട്ടില് കണ്ടിട്ടില്ലേ? കാണണ്ടേ ഒരിക്കല്? അന്ന് കാണൂല അല്ലേ? ദുനിയാവിൽ എല്ലാ സാധനത്തിനും പരസ്യം ഇറങ്ങി. ഞാൻ വിചാരിച്ച മയ്യത്ത് കട്ടില് പരസ്യം ഇറങ്ങൂലെന്ന്. അത് അങ്ങനത്തെ ഒരു സംഭവമാണല്ല. പക്ഷെ അതിന് കൂടി ദുനിയാവിൽ പരസ്യം ഇറങ്ങി. ഇതിന്റെ പത്രത്തിൽ വന്ന പരസ്യം ഇങ്ങനെയായിരുന്നു: സുഖകരമായ അന്ത്യയാത്രക്ക് അലൂമിനിയം മയ്യത്ത് കട്ടിലുകൾ വാങ്ങുക, കിടക്കുക, മരിക്കുക, പോവുക. അപ്പൊ മയ്യത്ത് കട്ടിലൊരു യാത്ര ഉണ്ട്. ആ യാത്രക്ക് പോകാനുള്ള സാധനം ഒരുക്കാണ്. റഹ്മത്ത് പറഞ്ഞു കൊടുക്കാൻ ഇബ്ലീസിന്. അവസാന ടൂറിന് പോകാൻ, യാത്രക്ക് പോകാൻ സാധനം ഒരുക്കാൻ. അങ്ങോട്ട് പോകുമ്പോൾ നിസ്കാരം വേണം, നോമ്പ് വേണം, തസ്ബീഹ് വേണം, തക്ബീർ വേണം, തഹ്ലീൽ വേണം. ഇബാദത്തിന്റെ സകലമാന കൂമ്പാരങ്ങളുമായിട്ടേ പോകാൻ പറ്റൂ, അല്ലെങ്കിൽ അല്ലാഹു വിടൂല. അതുകൊണ്ട് ഞാൻ പടച്ചോ റബ്ബിന്റെ മാർഗത്തിൽ അല്പ സമയം ചെലവഴിച്ചോട്ടെ ഉമ്മ. ദുനിയാവിന്റെ കാര്യത്തിൽ വർത്താനം പറയാൻ എനിക്ക് നേരമില്ല. നിങ്ങൾക്ക് പോകാ.
അപ്പോഴാ ഇബ്ലീസ് മനസ്സുകൊണ്ട് പറഞ്ഞത്, അള്ളാന്റെ നബിയെ നിങ്ങൾ കൊണ്ടുവന്ന സാധനം ബെസ്റ്റ് സാധനം, നിങ്ങൾക്ക് പറ്റിയ മുതലാ, പക്ഷെ നിങ്ങളെ ഞാൻ വിടൂല, രണ്ടുപേരെയും ഞാൻ വിടൂല, എല്ലാ ഘട്ടത്തിലും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. ഇബ്ലീസ് കൂടെ ഉണ്ട്, അള്ളാന്റെ നബിന്റെ കൂടെ. നമ്മളെ കൂടെ എന്തുകൊണ്ട് ഇബ്ലീസ് വരാത്തെന്നറിയോ? എന്തുകൊണ്ടാ? നമ്മള് പണ്ടേ ഇബ്ലീസിന്റെ കൂടെയല്ലേ, പിന്നെ ഇബ്ലീസ് നമ്മളെ കൂടെ വരുന്നു. അതുകൊണ്ടാ അള്ളാഹു കാത്ത് രക്ഷപ്പെടുത്തി തെരുമാറാകാം ഇബ്ലീസിന്റെ ശർറുകളിൽ നിന്ന്. മരണഘട്ടത്തെ പോലും വൃത്തികെട്ട സാധനം വരുമല്ലോ. അള്ളാഹു ഈമാനോടെ മരിക്കാൻ, ഇബ്ലീസിന്റെ ശർറുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഈമാനോടെ മരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധ കലിമ ചൊല്ലി അവസാനത്തെ വാക്കതായിട്ട് ഈ ലോകം വിട്ട് വിട പറയാൻ അള്ളാഹു നമുക്കും കുടുംബത്തിനും തൗഫീഖ് നൽകട്ടെ. ഇബ്ലീസ് ഇറങ്ങിപ്പോയി. അള്ളാന്റെ നബിയും റഹ്മത്ത് ബീബിയും അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ചേർന്നു. 2 മക്കൾ അള്ളാഹു ആദ്യം കൊടുത്തു, 2 ആൺകുട്ടികൾ. ആ മക്കൾ കൊട്ടാരത്തിൽ ഓടിച്ചാടി കളിക്കുന്ന പ്രായം, കൊല്ലങ്ങൾ കുറച്ചു കഴിഞ്ഞു. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കാൻ വേണ്ടി വന്നിട്ട് റൂമിന്റെ അകത്ത് കൈകെട്ടാൻ നോക്കുമ്പോൾ ഭയങ്കര ബഹളം കൊട്ടാരത്തിന് പുറത്ത്, ഒച്ചപ്പാട്, ഗുലുമാൽ, ഒന്നും പറയേണ്ട വല്ലാത്ത ഗുലുമാല. അപ്പൊ ഭാര്യ വിളിച്ചിട്ട് വെച്ചു, റഹ്മത്തെ ആരങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നു? അപ്പൊ പറഞ്ഞു, അത് നമ്മളെ മക്കളാന്ന്. നമ്മളെ മക്കളാന്ന് പറഞ്ഞപ്പോ റഹ്മത്ത് നബി അരികത്ത് വിളിച്ച് അയ്യൂബ് നബി പറഞ്ഞു, റഹ്മത്തെ നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെ, നീ ജനിച്ചത് കൊട്ടാരത്തിലാണ്, നീ ജീവിച്ചത് കൊട്ടാരത്തിലാണ്, ഞാൻ ജനിച്ചത് കൊട്ടാരത്തിലാണ്, ഞാൻ ജീവിച്ചത് കൊട്ടാരത്തിലാണ്, നമ്മൾ രണ്ടാളിന്ന് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നതും കൊട്ടാരത്തിലാണ്. പക്ഷേ കൊട്ടാരത്തിന്റെ ആർഭാടങ്ങൾ, ഇവിടുത്തെ എല്ലാവിധ വിലപിടിപ്പുള്ള ആർഭാടങ്ങളിലും നമ്മൾ ഇതുവരെ മുഴുകിയിട്ടില്ല. നമ്മളുടെ രണ്ടാളുടെ കൽബും അള്ളാഹുവാണ്. പക്ഷെ നമ്മുടെ മക്കളില്ലേ, അവർ ഈ ആർഭാടത്തിൽ ഇങ്ങനെ ലയിച്ച് ചേർന്ന് കളിക്കുമ്പോൾ അള്ളാനെ മറന്നു പോകുന്ന എനിക്കൊരു പേടിയുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. എന്തേ? പിന്നെ നമുക്കെന്തിനാ വലിയ കൊട്ടാരം, നമുക്കെന്തിനാ ഈ ആഡംബരം, ആർഭാടം? നമുക്ക് ഈ കൊട്ടാരം ഒഴിവാക്കി ഡമസ്കസിന്റെ തെരുവിൽ ഒരു ചെറ്റ പുര വെച്ച് കെട്ടി ജീവിച്ചാ പോരെ? ഇത് റഹ്മത്ത് ബീബിയുടെ അയ്യൂബ് നബി പറഞ്ഞപ്പോ റഹ്മത്ത് പറഞ്ഞ മറുപടി, എന്റെ ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. എന്താ റഹ്മത്ത് പറഞ്ഞറിയോ? നബിയെ, ഈ ആശ എന്റെ കൽവിന്റെ അകത്ത് തുടങ്ങിയിട്ട് കുറെ കാര്യമായി. എന്തിന്? കൊട്ടാരൊന്നും നമുക്ക് വേണ്ട, ഒരു ചെറ്റ പൊരയിൽ ജീവിച്ചാ മതി. പക്ഷെ ഞാനത് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തെ വിട്ടിട്ട് ഒറ്റക്ക് ഇറങ്ങിപ്പോകാനുള്ള എന്റെ സ്വാർത്ഥത കൊണ്ട് ഞാൻ പറഞ്ഞതാകും എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് ഒരു സെക്കൻഡ് തെറ്റിദ്ധരിച്ചു പോയാലോ? അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ മിണ്ടാതിരുന്നത് എന്ന് മഹാനായ അയ്യൂബ് നബിയുടെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി. അതാണ് പെണ്ണ്, അതാ പെണ്ണ്. ഇന്ന് കുടുംബത്തിലെ 90% പ്രശ്നങ്ങളുടെ ആൾക്കാരാരാ? ഇവിടുത്തെ അല്ലാത്ത പെണ്ണുങ്ങളാണ്. അപ്പൊ റഹ്മത്ത് അത് പറഞ്ഞപ്പോ അയ്യൂബ് നബിക്ക് കാര്യം മനസ്സിലായി. റഹ്മത്തിന് താല്പര്യമുണ്ട് ചെറ്റപ്പുരയിലായി ജീവിക്കാൻ, കൊട്ടാരൊക്കെ ഒഴിവാക്കാനാ പോണത്. അങ്ങനെ ഡമസ്കസിന്റെ തെരുവിൽ വില കൊടുത്ത് സ്ഥലം വാങ്ങി, വേർത്ത കൊടുക്കാൻ ആളുണ്ട്, എന്നിട്ടും വില കൊടുത്ത് സ്ഥലം വാങ്ങിയിട്ട് ഒരു ചെറ്റപ്പുര വെച്ച് കെട്ടി. ചരിത്രം പഠിക്കുമ്പോൾ ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത തോന്നുന്നതെന്നറിയോ? ഡമസ്കസിലെ ഏറ്റവും ചെറിയ പുര ആരതാണ് എന്ന് ചോദ്യത്തിന് ഒറ്റ മറുപടി ഉണ്ടാകാം. 2 കൊട്ടാരത്തിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു രാജകുമാരന്റെയും ഒരു രാജകുമാരിയുടെയും വീടാണ് ഡമസ്കസിലെ ഏറ്റവും ചെറിയ പുര. അതാണ് ചെറ്റപ്പുര. അയ്യൂബ് നബിയും ഭാര്യയും ജീവിക്കുന്ന അലൈഹി സ്വലാത്തു വസ്സലാം. ആ വീട്ടിൽ 4 മാസം കൂടി. 4 മാസം കൂടിയപ്പോ ഒരിക്കലും അയ്യൂബ് നബി റഹ്മത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, റഹ്മത്തെ 3-4 മാസമായി കൊട്ടാരമൊക്കെ വിട്ടിട്ട് നമുക്ക് എനിക്ക് ബന്ധുക്കളൊക്കെ ഒന്ന് കാണണം, ഞാനൊന്ന് കൊട്ടാരത്തിൽ പോയിട്ട് വന്നാലോ? അപ്പൊ റഹ്മത്ത് പറഞ്ഞു, നബിയെ ഞാനും വരട്ടെ, എനിക്കും ബന്ധുക്കളൊക്കെ കാണാലോ. അന്ന് നമുക്ക് 2 പോകാം, നമുക്ക് 2 പോകാന്ന് പറഞ്ഞ ഉടനെ അയ്യൂബ് നബി ചോദിച്ചു, മക്കളെവിടെ, കുട്ടികളെവിടെ? അപ്പൊ റഹ്മത്തി പറഞ്ഞു, കുട്ടികളെ അയൽവക്കത്തെ വിട്ട് കളിക്കുന്നുണ്ടെന്നാണ്. എന്നാ അവരെ ഇങ്ങോട്ട് വിളിക്ക്, അവരോട് കാര്യം പറയാ, വരുന്നെങ്കിൽ കൂട്ടണം, എന്നിട്ട് പോകാം. റഹ്മത്ത് പോയി വിളിച്ചോണ്ടെന്നു. 2 മക്കൾ ഓടി വന്ന് നോക്കുമ്പോ ഉപ്പയും ഉമ്മയും ഇവിടെ പോകാനുള്ള തയ്യാറെടുപ്പില്ല. മക്കൾ ചോദിച്ചു, ബാപ്പയും എവിടെ പോണ്? അപ്പൊ ഞങ്ങൾ കൊട്ടാരത്തിൽ പോകണം, മക്കളെ ബന്ധുക്കളൊക്കെ ഒന്ന് കാണാൻ, നിങ്ങൾക്ക് വരണം, ഞങ്ങളുടെ കൂടെ വരാം, അല്ല നിങ്ങൾ കളിക്കുന്ന കളിച്ചോ. കുട്ടികളോട് സത്യം പറഞ്ഞു. മക്കൾ പറഞ്ഞു, ഞങ്ങൾ വരുന്നില്ലപ്പാ, ഞങ്ങൾ കളിച്ചോളാം, നിങ്ങൾ പോയി വാന്നോ. മക്കളങ്ങനെ കുട്ടികളോട് സത്യം പറയണം. കൂട്ടരെ, സത്യം പഠിപ്പിക്കേണ്ടത് മാതാവിന്റെ മടിത്തട്ടാണ്. ആദ്യത്തെ സർവകലാശാല എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ. ഒരു കുഞ്ഞ് വിദ്യ നുകരേണ്ട ആദ്യത്തെ മടിത്തട്ട് എവിടെയാണ്? ഇൽമു പഠിക്കേണ്ടത് ഉമ്മാന്റെ മടിത്തട്ട. അവിടുന്ന് സത്യം പറയിപ്പിക്കണം കുട്ടികളെ. അവിടെ സത്യം നമ്മൾ പറയൂലെന്ന്. നമ്മളിപ്പം മംഗലത്തിന് പോകാൻ ഉമ്മയും ഉപ്പയെല്ലാം ഇറങ്ങി വരുമല്ലോ, പെണ്ണുങ്ങൾ പർദ്ദയിലിട്ടിട്ട്. ആ പർദ്ദയിലൊന്നും ഞാൻ പറയുന്നില്ല, അതിങ്ങനെ ടൈറ്റാക്കിയിട്ട് ഒരു പർദ്ദയില്ലേ. ഇവിടെ എങ്ങനെയാണെന്നറിയില്ല, ഇവിടെ മൊത്തം ലൂസാന്ന് തൽക്കാലം. ഈ ടൈറ്റാക്കി ഇങ്ങനെ പർദ്ദ അങ്ങനെ ആക്കിയിട്ട് ഫ്രണ്ട് ബാക്ക് ഇങ്ങനെ പൊക്കിയിട്ട് ടിപ്പർ ലോറി പോകുന്ന പോലെ പോകുന്നതാണ് നിങ്ങള്.
എന്ത് കുതിരത്ത്! ആ ടൈറ്റ് പൊട്ടിച്ചു കൊടുക്കാൻ ആണായ വർഗത്തിന് നട്ടല് വേണമെന്നാ ഞാൻ പറഞ്ഞത്. നട്ടല് വേണം നിങ്ങൾക്ക്. ഭാര്യ അങ്ങനെ ആകൃസമാനിലെ പെണ്ണുങ്ങൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷെ നഗ്നകളാണ്. മുഹമ്മദ് റസൂലുള്ളാഹി എന്താ പറഞ്ഞതിനർത്ഥം? വസ്ത്രം ധരിച്ചാൽ പിന്നെ എങ്ങനെ നഗ്നകളാവുക? എങ്ങനെ നഗ്നകൾ എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഉടുക്കാണ്ട് നടക്കുന്നതിന്റെ അർത്ഥം. നഗ്ന എന്ന മലയാള പദത്തിനർത്ഥം ഉടുക്കാണ്ട് നടക്കുന്ന ആളെന്നാണ്. റസൂലുള്ളാഹിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചോ? വസ്ത്രം ധരിച്ചിട്ട് നഗ്നകളാണ്. അപ്പൊ എന്താ അർത്ഥം? വസ്ത്രം ധരിക്കുന്നത് ഒരു മനുഷ്യൻ എന്തിനാണ്? ഒരു മനുഷ്യൻ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? മനുഷ്യന്റെ ആന്തരിക അവയവങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഡ്രസ്സിനകത്തുള്ള വസ്തുതകൾ പുറത്ത് കാണാതിരിക്കാൻ, നഗ്നത മറക്കാൻ ആ വസ്ത്രം ധരിക്കുന്നത്. എന്താ ഈ കാലഘട്ടത്തിലെ പെണ്ണുങ്ങളുടെ പർദ്ദ ചരിത്രത്തിലെ വൃത്തികെട്ട വസ്ത്രമാണ്, ഏറ്റവും വൃത്തികെട്ട വസ്ത്രമാണ് ഈ കാലത്തെ. പർദ്ദ എന്ന് പറഞ്ഞ നിങ്ങൾ വിചാരിക്കുന്ന പർദ്ദയൊന്നല്ല. പർദ്ദ എന്തെല്ലാം കോലത്തിൽ കണ്ണാടി പർദ്ദ ഇറങ്ങിപ്പോ. കണ്ണാടി കണ്ടില്ലേ? ഓരോ പെണ്ണുങ്ങൾ ബേക്ക് മൊത്തം കണ്ണാടി, ചെറുപ്പക്കാർ ചീർപ്പോർത്തോളം മേക്കിലാണ് മുടി വാരാൻ വേണ്ടിയിട്ട്. ഇത് പർദ്ദ, അതിന്റെ പേരാണ് ബർദേ. അത് പർദ്ദയല്ല, ബർദയാ. ബോംബെയിലെ ഫ്ളാറ്റിൽ കുത്തിയിരുന്നിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ആരെയെന്നറിയോ? ഒരു കാലഘട്ടത്തിൽ അമുസ്ലിം സ്ത്രീയായിരുന്ന പിൽക്കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന മാധവിക്കുട്ടി എന്ന കമല സുരയ്യ എന്താ പറഞ്ഞേ? പർദ്ദക്കുള്ളിൽ ഞാൻ സുരക്ഷിതയാണ്. പർദ്ദ എന്ന വസ്ത്രത്തിനകത്ത്, ഇസ്ലാമിക വസ്ത്രത്തിനകത്ത് ഞാൻ സുരക്ഷിതയാണ്. കമല സുരയ്യ എന്ന പെണ്ണ് ലോകത്തോട് പറഞ്ഞു. കാരണം എന്താണെന്നറിയോ? കമല സുരയ്യയുടെ പർദ്ദ എടുത്ത് കിടന്നിട്ട് 4.5 മീറ്റർ വീതി ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ ആ പെണ്ണ് കുത്തിയിരുന്നിട്ടാ പറഞ്ഞത് ഞാൻ സുരക്ഷിതയാണ്. നമ്മളെ പെണ്ണുങ്ങളുടെ പർദ്ദ എടുത്തൊന്ന് നിർത്തി നോക്കിയാൽ 1/2 മീറ്റർ വലിപ്പം കിട്ടൂല. ആ പർദ്ദ അങ്ങനെ ടൈറ്റാക്കി ധരിപ്പിക്കണം ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ കണക്ക് കൂട്ടി വെച്ചോ. അള്ളാന്റെ മുന്നിൽ ആദ്യം നിങ്ങളെ മറുപടി പറയേണ്ടത്. കാരണം നമ്മളെ കെട്ടിയോൻ അല്ല വെറുതെ പറഞ്ഞതല്ലാതെ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിക്കുമ്പോ നിങ്ങളെ കുടുംബത്തെ നരകത്തെ രക്ഷിക്കണമെന്നാണ് അതിന്റെ അർത്ഥം. ഈ പർദ്ദന്റെ കെട്ടുപൊട്ടിക്കണമെന്നാണ്. ഈ പർദ്ദന്റെ കെട്ടുപൊട്ടിക്കണം. ബ്ലേഡ് ഇല്ലെങ്കിൽ റിലീഫ് കമ്മിറ്റിയോട് പറ, ഓരോ വാങ്ങിത്തരും ഓരോ ബ്ലേഡ്. ഇനിയിപ്പോ അതുകൊണ്ട് വലിയ നഷ്ടപ്പെടാനൊന്നുമില്ല. എന്നിട്ട് ആ കെട്ട് പൊട്ടിക്കുക. ഇന്നെ പർദ്ദന്റെ കെട്ട് പൊട്ടിക്കുക. ഇപ്പൊ നിങ്ങൾ ഉറപ്പിച്ചു നോക്കും, അങ്ങനെ ഉണ്ടല്ലേ ഇന്ന് പൊട്ടിക്കാം. ആടുന്ന് പെണ്ണുങ്ങ തീരുമാനിച്ചു ബായി ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ആടെ എത്തുമ്പോ നിങ്ങളെ കവാത്ത് മറക്കും. എനിക്കറിയാം എല്ലാ കവാത്തും മറക്കുന്ന സ്ഥലം പെണ്ണുങ്ങളെ മുന്നിൽ. ആടെ വലിയ ആളൊന്നും ആവൂല നമ്മള്. ചില ഹംകൾ പെണ്ണുങ്ങൾ പറഞ്ഞതിന് കണക്കായി നിൽക്കുന്ന പുണ്ണാക്കിന് കൊള്ളാത്ത ആളുണ്ട്. ഇവിടെ മാത്രമേ നല്ല മനുഷ്യന്മാര്. ഞാൻ കാര്യമില്ലേ പറയുന്നത്. ചോറും തിന്നിട്ട് പോകും പോണം. ഇവിടെ ചില കണ്ട ചില പെണ്ണുങ്ങൾ സെൻട്രാള് വരച്ചിട്ട് പറയുമ്പോൾ ഈ വരചവിട്ടി ഇപ്പുറം വരുന്നത് ആ ഹംക്ക് വരും ചെയ്യില്ല. ഓൻ ബാക്കിലൂട്ട പോകും. ഇവിടെ പൊടിച്ചിട്ട് ബാക്കിലൂട്ട പോയി അപ്പുറത്തോട്ട് ഇറങ്ങി ഇപ്പുറത്തെ വന്നിട്ട് പറയും പാത്തോ നീ വരച്ചവിട്ടാണ് ബാക്കിലൂട്ട വന്നല്ലോ. കൊടുക്കണവന്റെ ചവിട്ട്. പെണ്ണിന്റെ വർത്താനത്തിനനുസരിച്ച് തുള്ളുന്ന ആണുങ്ങളുടെ കാലഘട്ടം വന്നാൽ ഖിയാമത്ത് പ്രതീക്ഷിക്കണേന്ന് മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളെ വർത്താനത്തിനനുസരിച്ച് അങ്ങോട്ട് തുള്ളുന്ന ആണുങ്ങളുടെ കാലം വന്നാൽ ഒടുക്കത്തിന്റെ തുടക്കമായി എന്ന് നിങ്ങൾ തീരുമാനിച്ചു കൊള്ളുക. അതുകൊണ്ട് ആണുങ്ങളെ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ചിലത് നിങ്ങളുടെ പെണ്ണുങ്ങളുടെ മേൽ ചെയ്തു തീർക്കാൻ ആധിപത്യം അല്ലാഹു നൽകിയിട്ടുണ്ട് ഇസ്ലാമിന് വേണ്ടിയിട്ട്. അത് നിങ്ങൾ ചെയ്തു തീർക്കണം. അവിടെയാണ് ആണത്തം കാണിക്കേണ്ടത്. അല്ലാണ്ട് പേന്റുകുപ്പായിട്ടാൽ ആണുങ്ങളാവൂല. കുടുംബത്തെ ഭരിക്കാൻ അറിയണം ആണുങ്ങൾക്ക്. അല്ലാഹു ഉത്തമമായ ഒരു കുടുംബ ജീവിതം നമുക്ക് പ്രദാനം ചെയ്തിരുമാറാകട്ടെ. റഹ്മത്ത് ബീബി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് സത്യം പറഞ്ഞു. ആ മക്കള് പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ വരുന്നില്ല. അയൽപക്കത്ത് പോയിട്ട് കളിക്കാൻ പോയി. നബി പുറത്തിറങ്ങിയിട്ട് അയൽവാസിയോട് വിളിച്ചു പറഞ്ഞു എന്റെ മക്കൾ ഇവിടെ കളിക്കുന്നുണ്ട്, ഞാനൊന്ന് കൊട്ടാരത്തിൽ പോയിട്ട് വരുന്നവരൊന്ന് ശ്രദ്ധിക്കണം എന്നാണ്. അയൽവാസിയായ മനുഷ്യൻ പറഞ്ഞു സാരമില്ല നബി, എന്റെ കുട്ടികളുണ്ടല്ലോ, നിങ്ങൾ പോയി വന്നോളൂ എന്നാണ്. അവർ രണ്ടുപേരും ഡമസ്കസിലെ കൊട്ടാരത്തിലേക്ക് പോയി. ഡമസ്കസിലെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോഴാണ് അവരുടെ ജീവിതത്തിന്റെ പരീക്ഷണത്തിന്റെ ആദ്യത്തെ തുടക്കം. ഡമസ്കസിന്റെ പ്രകൃതി മാറുകയാണ്. ശക്തമായൊരു മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യവും. ഉടനെയൊരു കാറ്റും മഴയുമെത്തി, ഇടിമിന്നല് കണ്ട് കിടാങ്ങൾ ഞെട്ടി, കൊട്ടിയടച്ചല്ലോ വാതിലും പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് കിടപ്പും തന്നെ. ഉടനെ ഒരു കാറ്റും മഴയുമെത്തി, ഇടിമിന്നല് കണ്ട് കിടാങ്ങൾ ഞെട്ടി, കൊട്ടിയടച്ച
അടച്ചല്ലോ വാതിലും പിന്നെ കെട്ടിപ്പിടിച്ചിട്ട് കിടപ്പും തന്നെ. പെട്ടെന്നൊരു ശബ്ദം മുഴങ്ങി കേട്ടു, പൊട്ടിക്കരച്ചിലും വിളിയും കേട്ടു. പെട്ടെന്നൊരു ശബ്ദം മുഴങ്ങി കേട്ടു, പൊട്ടിക്കരച്ചിലും വിളിയും കേട്ടു. പൊട്ടി തകർന്നോരാ ഗൃഹത്തിൽ പെട്ട് കത്തി തെളിയുന്ന വിളക്കും കെട്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാരത്തിലെത്തുമ്പോഴേക്ക് സത്യത്തിൽ മാനം കറുക്കാണ്. ശക്തമായൊരു മഴ പെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഡമസ്കസിലുണ്ടാകും. അള്ളാഹുവിന്റെ പ്രവാചകൻ മാനത്തേക്ക് നോക്കി. മഴ മെല്ലെ മെല്ലെ പെയ്യാൻ തുടങ്ങുന്നതോടൊപ്പം ശക്തമായ കാറ്റടിക്കാൻ തുടങ്ങി. അതിശക്തമായ കാറ്റടിക്കുമ്പോൾ അയ്യൂബ് നബി റഹ്മത്തിനോട് പറഞ്ഞു, റഹ്മത്തെ, നമ്മളിപ്പോ വരേണ്ടിയിരുന്നില്ലല്ലേ? ശക്തമായ കാറ്റും മഴയാണ്, നമ്മുടെ മക്കൾ അവിടെ ഒറ്റക്കല്ലേ? ഭർത്താവിന് വിഷമാണെന്ന് കണ്ടപ്പോ ഭാര്യ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, സാരമില്ല പ്രവാചകരെ, നിങ്ങൾ ബേജാറാവണ്ട, മക്കൾ അയൽവക്കത്തെ വീട്ടിലല്ലേ ഉള്ളത്, അയൽവാസിയുടെ മക്കളുടെ കൂടെ ആ കുട്ടികൾ ആ പുരേ കയറിക്കോളും, നമ്മുടെ വീട്ടിലേക്ക് വരൂല. എന്നാലും എന്റെ റഹ്മത്തെ, നമ്മുടെ വീട്ടിലെങ്ങാനും നമ്മുടെ മക്കൾ കയറി എന്താ അവസ്ഥ? ഈ കാറ്റത്തെ മഴ, ഈ കാറ്റും മഴയും വീട് തകർന്നാലും നമ്മുടെ മക്കൾക്ക് എന്താ പറ്റുക? അപ്പൊ പറഞ്ഞു, സാരല്ല പ്രവാചകൻ, നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, അങ്ങനെ സംഭവിക്കൂല. നിങ്ങൾ ചിന്തിച്ചോ, ഭർത്താവ് വിഷമിച്ചപ്പോ സമാധാനിപ്പിക്കാണ് ഭാര്യ, സമാധാനമാണ് ഭാര്യ, സമാധാനിപ്പിക്കാണ്, നിങ്ങൾ ബേജാറാവണ്ട, വിഷമിക്കണ്ട. പക്ഷെ ഭർത്താവിനേക്കാൾ 10 മടങ്ങ് വ്യാധിയും ആദിയും തന്റെ കൽവിന്റെ അകത്തുണ്ട്. ഭാര്യന്റെ കൽവിന്റെ അകത്ത് വിഷമമുണ്ട്, പക്ഷെ അത് പുറത്തു കാണിക്കാണ്ട് ഭർത്താവിനെ സമാധാനിപ്പിക്കാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനത്തെ ഒരു ഭാര്യയല്ലേ നമുക്ക് വേണ്ടത്, അല്ലേ? അല്ലാഹു അങ്ങനെയുള്ള ഭാര്യമാരാക്കി തരുമാറാകട്ടെ, ആമീൻ. അപ്പൊ സമാധാനിപ്പിച്ചു. പക്ഷെ സംഭവിച്ചെന്താ അറിയോ? ശക്തമായ കാറ്റും മഴയും പെയ്യാൻ തുടങ്ങിയപ്പോ ഈ കുട്ടികൾ രണ്ടും, അയ്യൂബ് നബിയുടെ 2 മക്കളും അയൽവാസിയുടെ വീടിന്റെ മുറ്റത്ത് ഓടുകയാണ്. അപ്പൊ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും ഇടിയും മിന്നും ഇത് രക്ഷപ്പെടാൻ വേണ്ടി ഓരോ ഡമസ്കസുകാരും വീട്ടിന്റെ വാതിലടക്കാണ്. വീട്ടിന്റെ വാതിലടച്ച് അതിന്റെ അകത്ത് സുരക്ഷിതമായി കൂടാണ്. ഈ മക്കൾ ഓടിപ്പോകുമ്പോ ഈ അയൽവാസി വിളിച്ചു പറഞ്ഞു, മക്കളെ അങ്ങോട്ട് പോകണ്ട, ഉപ്പയും ഉമ്മയും അവിടെ ഇല്ലല്ലോ, ഇങ്ങോട്ടേക്ക് ഓടിക്കോളൂ. ആ മക്കളത് കേൾക്കാത്ത പാപ്പം അങ്ങോട്ടോടി. ചെറ്റപ്പുരയുടെ വാതിലടച്ചകത്ത് കൂടി. മിനിറ്റുകൾ കടിയും തോറും മഴയ്ക്ക് ശക്തി പ്രാപിച്ചു. കാറ്റാണെങ്കിൽ ഇരമ്പി വരികയാണ്. അതിശക്തമായ കാറ്റിൽ അയ്യൂബ് നബിയുടെ വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ഈ തപ്പനയുടെ ഓല കൊണ്ട് വെച്ചുകെട്ടിയ മേൽക്കൂര പറന്നുപോയപ്പോ മഴ വീട്ടിന്റെ അകത്ത്. ഈ മക്കള് പെട്ടെന്ന് തന്നെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഓടുമ്പോ അതിശക്തമായൊരിടി. പേടിച്ചു പോയ കുട്ടികൾ വീണ്ടും അകത്തേക്ക്. വാതിലടച്ചു കഴിഞ്ഞില്ല. അതിശക്തമായ കാറ്റിലും മഴയിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ വീടങ്ങട്ട് തകർന്നടിച്ചു നിലത്തേക്ക്. തകർന്ന വീട്ടിന്റെ അകത്ത് ഈ 2 മക്കളും ദാരുണമായി ചതഞ്ഞറഞ്ഞ് മരിച്ചുപോയി. ഈ ദാരുണ രംഗം ഡമസ്കസുകാരും അറിഞ്ഞില്ല. അയൽവാസികളൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം വീട്ടിന്റെ വാതിലടച്ച് കഴിയുന്ന ഘട്ടം മഹാനായ പ്രവാചകന്റെ 2 മക്കൾ ഒരു ഭാഗത്ത് മരിച്ചു കിടക്കാണ്. നീണ്ട മണിക്കൂറുകൾക്കൊടുവിൽ മഴയുടെ ശക്തി മെല്ലെ മെല്ലെ കുറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഭാര്യയോട് പറഞ്ഞു, ഇനി നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോകാം, മഴ ഫുള്ളായിട്ട് ചോരാൻ നിൽക്കണ്ട. ഭാര്യയുടെ കയ്യും പിടിച്ച് ചെറിയ ചാറ്റൽ മഴയും നിറഞ്ഞ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഡമസ്കസിന്റെ തെരുവിലേക്ക് ഓടി വരികയാണ് മക്കളുടെ അവസ്ഥ അറിയാൻ. അപ്പോഴാണ് മഴയുടെ കാറ്റിന്റെയും ശക്തി കുറഞ്ഞപ്പോ നബിയുടെ അയൽവക്കത്തുള്ള മനുഷ്യൻ അയാളുടെ വീട്ടിന്റെ വാതിൽ തുറന്നു. നേരെ നബിയുടെ വീടാ നോക്കുന്നത്. അയാൾക്ക് അറിയാലോ അവിടെ മക്കളുണ്ട്. ആ തകർന്ന വീട് കണ്ടയാൾ ഇറങ്ങിയോടി. മട്ടലുകൾ വലിച്ചു നിൽക്കുമ്പോ കണ്ട കാഴ്ച ചോരയിൽ കുളിച്ച് മഴ നനഞ്ഞ് ചളി പുതഞ്ഞു കിടക്കണ മക്കളെയാണ്. അയാൾ വാവിട്ട് നിലവിളിച്ചു. നിലവിളി കേട്ട് മറ്റുള്ളവർ ഓടിക്കൂടി. മരിച്ചു കിടക്കുന്ന 2 മക്കളുടെ മയ്യത്തുമെടുത്ത് അയൽവാസി സ്വന്തം വീട്ടിന്റെ കോലായിൽ കൊണ്ടുപോയി കിടത്തി തുണിയിട്ട് മൂടി. വിവരമറിയിക്കാൻ ഒരാൾ കൊട്ടാരത്തിലേക്ക് ഓടി. ഓടുന്ന വഴിയിലാണ് അയ്യൂബ് നബി ഭാര്യയും വരുന്നത്. അവരെ കണ്ടതും ഇയാൾ ഓടിപ്പോയിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് മാറി നിൽക്കുന്നു. റഹ്മത്തിന്റെ അടുക്കൽ അയ്യൂബ് നബി കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തി ഇയാൾ മെല്ലെ പറഞ്ഞു, നബിയെ, ശക്തമായ കാറ്റിലും മഴയിലും അങ്ങയുടെ വീട് തകർന്നു പോയി. വീട് തകർന്നു എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. വീട് തകർന്നോട്ടെ, സാരമില്ല, എന്റെ ബേജാർ അതല്ല മോനെ.
എന്റെ 2 മക്കളെയും കൊണ്ടുവരാതെയാണ് ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് പോയത്. അവർ അയൽപക്കത്തെ വീട്ടിൽ കളിക്കായിരുന്നു. ആ കുട്ടികളുടെ അവസ്ഥ അറിയാനാ ഞാൻ ഓടി വരുന്നത്. എന്റെ മക്കൾ ഇപ്പൊ അയൽപക്കത്തെ വീട്ടിലാണോ അല്ല എന്റെ വീട്ടിലാണോ? ആ ചെറുപ്പക്കാരൻ പെട്ടെന്ന് നബി വിഷമിക്കണ്ടെന്ന് കണക്കൂട്ടിയിട്ട് പറഞ്ഞു, മക്കൾ 2 പേരും അയൽപക്കത്തെ വീട്ടിലുണ്ട്. അയൽപക്കത്തെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ്. കാരണം തകർന്ന വീട്ടിൽ മക്കളില്ലല്ലോ, അയൽപക്കത്തെ വീട്ടിലല്ലേ. സന്തോഷം കൊണ്ട് അല്ലാഹുവിന്റെ നബി അല്ലാഹുവിനെ സ്തുതിച്ചെന്ന് പുഞ്ചിരിച്ചപ്പോ മക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞിട്ട് ആ മക്കൾ നബി ചിരിക്കണത് എന്നറിയുന്ന ആളാണല്ലോ ചെറുപ്പക്കാരൻ. അയാൾ തിരിഞ്ഞു നിന്നിട്ട് ഒറ്റ കരച്ചിലാണ് അയാളെ കണ്ണങ്ങോട്ട് നിറഞ്ഞപ്പോ നബി പിടിച്ച് തിരിച്ചിട്ട് വെച്ച്, എന്താ നീ കരയണത്, എന്താ പ്രശ്നം, എന്താണെങ്കിലും എന്നോട് പറ, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അയാൾ പറഞ്ഞു, നബി എന്നോട് ക്ഷമിക്കണം, മക്കൾ 2 അയൽപക്കത്തെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞ സത്യമാണ്, പക്ഷേ ജീവനോടെയല്ല. പിന്നെ എന്റെ മക്കൾക്ക് എന്ത് പറ്റി? നിങ്ങളുടെ 2 മക്കളും ആ തകർന്ന വീട്ടിലാണ് ഉണ്ടായിരുന്നത്. വീട് തകർന്നപ്പോ 2 മക്കൾ മരിച്ചുപോയി. മരിച്ചു എന്ന വാക്ക് അയാൾ കുറച്ച് ഉച്ചത്തിലാ പറഞ്ഞത്. ആ ഉച്ചത്തിലായിട്ട് പറഞ്ഞപ്പോ ഒരു ഭാഗത്ത് ഉമ്മയില്ലേ,